അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഹൃദയസ്പർശിയായ, ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബസ്തി ഡിസ്ട്രിക്റ്റിൽ നിന്നും കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പി ബേബി അവറുകളാണ്. തന്റെ ജീവിതാനുഭവം, വളരെ ശ്രദ്ധേയമായ സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ അസാധാരണ അനുഭവങ്ങളുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോകരുത് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന വിശേഷമായ ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അരോമ ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവ് ബഹുമാന്യ ദൈവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോടൊപ്പമുള്ള അരോമ ടി വിയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എൻ്റെ പേര് പി ബേബി. എൻ്റെ സ്വദേശം അങ്കമാലി. ഞാനിപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ ബസ്തി എന്ന സ്ഥലത്ത് കഴിഞ്ഞ 19 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ കുടുംബമായിരിക്കുന്നു. ഭാര്യ ജെസ്സി, മക്കൾ 2 പേര്. മോൻ്റെ പേര് ബെനിസൻ, മകള് ബ്ലസ്സി. 2 പേരും മോൻ ജോലിയിലായിരിക്കുന്നു. മെഡിസിൻ കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ ഇപ്പോൾ അങ്കമാലിയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മോള് ഹൈദരാബാദിലെ യോളയിൽ MBA ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക സമയത്ത് ഈ അരോമ ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് സാക്ഷ്യത്തിനായി എന്നെ ക്ഷണിച്ച വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കുകയാണ്. എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ദൈവവചനം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനം 31:19 വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ സ്വദേശം അങ്കമാലിയാണെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളോടുള്ള താല്പര്യവും അത് നിമിത്തം ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനുള്ള ഒരു ഉത്സാഹവും എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പള്ളിയിലെ ഒരു അച്ഛനായി തീരുവാനുള്ളൊരു ആഗ്രഹമാണ് കൊച്ചിലെ തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അയൽവക്കക്കാർ ഒരു ബ്രദറൻ ഫാമിലി ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുത്തെ കുട്ടികളെല്ലാം സൺഡേ സ്കൂളിന് പോകുമ്പോൾ എന്നെയും സൺഡേ സ്കൂളിന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അങ്കമാലി ബ്രദറൻ അസംബ്ലി സൺഡേ സ്കൂളിന് പഠിക്കുവാൻ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ വളരുവാൻ തക്കവണ്ണം ആത്മീയ കൂട്ടങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ എനിക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കുവാനിടയായി. ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുള്ള കാരണം ഞാൻ അവിടെ ബ്രദറൻ സഭയുടെ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ നടക്കുന്ന യോഗങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ബീഹാറിൽ നിന്നും YMEF-ന്റെ പ്രവർത്തകർ വന്ന് സാക്ഷി പറയുന്ന സമയങ്ങളിലും കേൾക്കുവാനിടയായി. അങ്ങനെ എൻ്റെ കൊച്ചു മനസ്സിൽ തന്നെ ഒരു സുവിശേഷനാകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിലെ അവസ്ഥകൾ മറ്റൊന്നായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി. യാക്കോബ കുടുംബമാണ്. എൻ്റെ പിതാവിന് 7 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. എന്നോട് മാതാപിതാക്കൾക്ക് വലിയ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് യാക്കോബ സഭയിലെ
ഒരു വൈദികനാക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിലാണ് എന്നെ അത്രമാത്രം ഭക്തിയുപദേശത്തിലൊക്കെ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ സൺഡേ സ്കൂളിൽ കടന്നുപോയി അവിടെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനോടുള്ള അളവറ്റ സ്നേഹം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുവാനിടയായിത്തീർന്നു. അതങ്ങനെ വളർന്നു വന്നു. പലപ്പോഴും ബ്രദറൻ സഭയുടെയും യാക്കോബ് സഭയുടെയും പ്രാർത്ഥനാ കൂട്ടങ്ങൾ മാറി മാറി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിന് 16-ാമത്തെ വയസ്സിലെത്തുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഞാൻ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്. അങ്കമാലി അസംബ്ലിയോട് സഭയുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് അവസരമുണ്ടായി. അങ്ങനെ അവിടെ 16-ാമത്തെ വയസ്സ് മുതൽ ആ സഭയുമായിട്ട് ബന്ധപ്പെടുവാനിടയായി. അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ സ്നാനത്തെക്കുറിച്ച് പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു. എന്നാൽ ഈ കാലയളവിലൊക്കെയും എൻ്റെ പഠനത്തോട് ബന്ധത്തിലും ജോലിയുടെ ബന്ധത്തിലൊക്കെയും നാട്ടിലായിരുന്നത് കൊണ്ട് വേണ്ട വിധത്തിൽ ഒരു ആത്മീക ശുശ്രൂഷകൾ ചെയ്യുവാൻ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിന് കാര്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എനിക്ക് കഴിയാതെ പോയിരുന്നു. എങ്കിലും പല സഭയുടെ പല പ്രവർത്തനങ്ങളിലൊക്കെയും പങ്കെടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ദൈവം എനിക്ക് ഒരു ജോലി ദൈവം നൽകി തരുവാനിടയായി. അങ്ങനെ ചെന്നൈയിൽ ജോലിക്കായി കടന്നുപോയി. അവിടെ ഏഷ്യ ബ്രൗൺ ബൗറി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ചില വർഷങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴാണ് എനിക്കൊരു വിവാഹാലോചന വന്നു. ഞാൻ വിവാഹിതനായി തീരുവാനിടയായി. ഞങ്ങൾ രണ്ടുപേരും അവിടെ ജോലിയിലായി ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ വലിയൊരു ദർശനം എനിക്ക് ലഭിക്കാനിടയായി തീർന്നത്. കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു വചനമാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, മനുഷ്യപുത്രൻ അത് നിങ്ങൾക്ക് തരും എന്നുള്ള ആ വചനം എന്നോട് സംസാരിപ്പാനിടയായിത്തീർന്നു. എന്നാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് മകനുണ്ടായി. എന്നാൽ ആ സമയങ്ങളെല്ലാം സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിൻ്റെ സമയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന എനിക്ക് തന്നു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രേരണ ഒരു വശത്ത്, മറ്റൊരു ഭാഗത്ത് കുടുംബത്തെക്കുറിച്ചും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. എന്നാൽ ഈ വിഷയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഈ സമയത്ത് അവിടെ ചെന്നൈയിലുള്ള കോടമ്പാക്കം IPC ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ ആ ചർച്ചിലാണ് ഞാൻ ചെന്നൈയിൽ ചെന്ന ശേഷം ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചർച്ചിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്ന് ശക്തമായ ആലോചന എനിക്ക് ലഭിക്കാൻ ഇടയായിത്തീർന്നു. അബ്രാഹാമിനെ പോലെ നിന്നെ വിളിച്ചിരിക്കുന്നു, എൻ്റെ മൗത്തമായ ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് അയക്കുന്നു എന്നുള്ളൊരു ആലോചന എനിക്ക് ലഭിക്കാനിടയായി. അങ്ങനെ ജോലി റിസൈൻ ചെയ്തു നാട്ടിലോട്ട് കടന്നു വരുവാനിടയായി. ബേഥേൽ ബൈബിൾ കോളേജിൽ 3 വർഷം തിരുവചനം പഠിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി 21-ാമത്തെ ദിവസമാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ സുവിശേഷ വേല ചെയ്യണം, കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിയോഗം മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാനും പഠന സമയത്ത് തന്നെ ദൈവം അവസരം നൽകുവാനിടയായി. പഠനം പൂർത്തിയായി കഴിഞ്ഞ് ആ സമയത്ത് പൂർത്തിയായി 3 മാസം കഴിഞ്ഞപ്പോൾ, 3 വർഷം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2ാമത്തെ കുഞ്ഞിനെ ദൈവം നൽകുവാനിടയായിത്തീരുന്ന ഒരു മകള്. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ മകളും ഞങ്ങൾക്ക് ദൈവം തന്നു. അതോടുകൂടി ഞങ്ങൾ മറ്റൊരു പുതിയൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കർത്താവിൽ ആഗ്രഹിച്ചു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ തിരുവല്ല അടുത്ത് പുറമറ്റ് എന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ അവിടെ ഞങ്ങൾ രണ്ടുപേരും ജോലിയിലായിരുന്നത് കൊണ്ട് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചപ്പോൾ, എൻ്റെ വൈഫ് ഒരു പാസ്റ്ററുടെ IPCയിലെ ഒരു പാസ്റ്ററുടെ മകളാണ്. പാഴ്സനേജിലൊക്കെ ജീവിച്ചും വളരെയധികം കഷ്ടതകളൊക്കെ കണ്ടതുകൊണ്ട് പിന്നെയും അത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനുള്ള താല്പര്യം അവൾക്ക് ഇല്ലായിരുന്നു. അവൾ നേഴ്സായിരുന്നത് കൊണ്ട് ആ ജോലിയിൽ തുടർന്ന് പോകാം എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ സമർപ്പണത്തിന് വിധേയപ്പെട്ട്
കർത്താവിൻ്റെ വേലയ്ക്ക് അവളും നിയോഗിക്കപ്പെട്ടു. ദൈവം ദൈവത്തിന് സമർപ്പിച്ചു. ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ തിരുവല്ല പുറമറ്റും അടുത്ത് കൗമ്പ്രാർ എന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു. പ്രവർത്തനം ആരംഭിക്കാനിടയായി. ഏകദേശം 1 വർഷം ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചു. എന്നാൽ അവിടെയുള്ള പുറമറ്റം ഭാഗമൊക്കെ മലയാളികളാർക്ക് പലർക്കും കുമ്പനാട് ദേശത്തുള്ളവർക്ക് അറിയാം. ഏകദേശം 8-10 മലകളുള്ള സ്ഥലമാണ്. ആ മലകളിലാണ് മിക്ക വീടുകളും. പുറമറ്റം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ നിരപ്പായ സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മലപ്രദേശമാണ്. ഞങ്ങൾ മകൻ അന്ന് 3.5 വയസ്സ് പ്രായമുണ്ട്. അവനെ ഞങ്ങൾ ആശാന്റെ അടുത്ത് പഠിപ്പിക്കാനായിട്ട് വിട്ടതിന് ശേഷം മോളെയും ഞങ്ങൾ തോളിലിട്ട് ഞങ്ങൾ നടന്ന് ഈ മലകളെല്ലാം കയറി സുവിശേഷം അറിയിക്കുവാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും പോകും. 1 വർഷം അവിടെ അധ്വാനിച്ചു. എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിൽ വേറെ ആരും ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കായി വരുവാൻ ആരുമില്ലായിരുന്നു. ഞങ്ങൾ 4 പേരും 4 പായ വിരിച്ച് ആ പായയിൽ 4 പേരെയും പായ പറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിലിരുത്തി ഞങ്ങൾ ആരാധന നടത്തുമായിരുന്നു. ഞാൻ 2 മണിക്കൂറോളം പ്രസംഗിക്കുന്നത് 100 കണക്കിന് ആളുകൾ മുമ്പാകെ പ്രസംഗിക്കുന്നത് പോലെ വിശ്വാസത്തോടെ പ്രസംഗിക്കും. സാക്ഷി പറയാൻ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ വൈഫും കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ആ ഒരു വലിയൊരു ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അവിടെ ആരാധന 1 വർഷത്തോളം നടത്തുവാനിടയായി. എല്ലാ ദിവസവും ഈ മലകൾ കയറി ഇറങ്ങി വീടുകളെല്ലാം കയറി സുവിശേഷം അറിയിക്കുമായിരുന്നു. 1 വർഷം പ്രവർത്തിച്ചിട്ടും ആരും ഞങ്ങളോടൊപ്പം പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ കടന്നു വരാത്ത ഒരവസ്ഥ വന്നപ്പോൾ വളരെ സങ്കടം തോന്നി. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നി, കിട്ടുന്ന ചെറിയൊരു സഹായം മാത്രമേ ഉള്ളൂ. അത് വാടകയും കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും അത് തീരും. പിന്നെ പട്ടിണിയാണ്. എന്നാൽ ആ അവസ്ഥയിലൊക്കെയും ദൈവസേന ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ദൈവമേ ഒരു വ്യക്തമായ ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കണം. അപ്പോൾ 2 പേരും ജോലിയിലായതുകൊണ്ട് പിശാച് പറയുവാനിടയാ തീർന്നു, നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? നിങ്ങൾ ജോലി ഇരുന്നതല്ലേ, ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതല്ലേ, അത് എന്തിന് കളഞ്ഞിട്ട് പോന്നു എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ദൈവസേനയിൽ തീരുമാനിച്ചു, നമുക്ക് ജോലിക്ക് പോയി ജോലി ചെയ്യാം. ഇവിടെ ആത്മാക്കളെ തരുവാൻ ദൈവത്തിന് ഉദ്ദേശമില്ല. നമ്മളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ നിയോഗം അറിയാൻ വേണ്ടി വീണ്ടും ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ഇത് ദൈവനിയോഗമല്ലാത്തതുകൊണ്ട് ഒരു സന്തോഷമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വേറൊരു മർത്തോമ കുടുംബത്തിൽ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അപ്പൊ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ സന്തോഷമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ആരാധിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഞങ്ങളവിടെ പോയിരുന്ന് ആ ദൈവദാസനെ ഞങ്ങൾക്ക് പരിചയമില്ല. എന്നാൽ ദൈവദാസൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയം മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ദാസനെ, അബ്രാമിനെ പോലെ നിന്നെ ഞാൻ വിളിച്ചിറക്കി, എൻ്റെ മഹത്വമായ ശുശ്രൂഷയ്ക്കായി നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. രൂത്ത് ബോവസിന്റെ വയലിൽ കാല പെറുക്കുന്നത് പോലെ നീ ആയിരിക്കുകയാണ്. നിനക്ക് അവകാശം പറയുവാൻ ഒന്നുമില്ല. പക്ഷെ നീ ഈ വയലിൻ്റെ ഉടമസ്ഥനായി മാറുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നീ കാത്തിരിക്കുക എന്നൊരു ആലോചന തന്നു. എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ലാത്ത ആ ദൈവദാസൻ പെട്ടെന്ന് എൻ്റെ അടുക്കൽ വന്ന ആലോചന പറഞ്ഞപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എന്നോട് ആ IPC ചെന്നൈ കോടമ്പാക്കം ചർച്ചിൽ വെച്ച് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ അതേ വചനം വീണ്ടും ഈ ദൈവദാസനും കൂടെ ചില വർഷങ്ങൾക്ക് ശേഷം എന്നോട് അറിയിക്കുക. ദൈവമുമ്പാകെ നിലവിളിച്ച് കരഞ്ഞ് ആ നിമിഷം ദൈവമുമ്പാകെ സമർപ്പിച്ചു. കർത്താവെ, ഞങ്ങൾ തീരുമാനിച്ച് ചിന്തിച്ച ചിന്ത ദൈവം ക്ഷമിക്കണമേ. ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി അവസാന ശ്വാസം വരെ ഞങ്ങൾ നിന്നോളാമെന്ന് ദൈവമുമ്പാകെ ഉടമ്പടി ചെയ്തു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ആരുമില്ല, വിശ്വാസികളില്ല. വലിയ സങ്കടം, വേദന. ഞങ്ങൾ പാടിക്കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആമീൻ പറയാൻ എൻ്റെ കുടുംബമല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള സങ്കടം. അങ്ങനെ ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചു, വിശ്വാസത്തിൽ ബലപ്പെട്ടു. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വന്നു.
ആ അമ്മച്ചി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് കർത്താവ് ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഒരു പ്രായമുള്ള ഒരാളെയാണല്ലോ വിശ്വാസിയായിട്ട് ലഭിച്ചത്, അല്പം ആരോഗ്യവും ബലമുള്ള ഒരാളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അമ്മച്ചി വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന അമ്മച്ചി 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം നിരന്തരം പ്രാർത്ഥിക്കും. അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ വിഷമിക്കണ്ട, ഇനിയും ആത്മാക്കൾ വരും, നമുക്ക് പ്രാർത്ഥിക്കാം പാസ്റ്ററെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മാതാവ് ധൈര്യപ്പെടുത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മച്ചി വന്നു. അങ്ങനെ 3 അമ്മച്ചിമാരെ ദൈവം ആദ്യമായിട്ട് ഞങ്ങൾക്ക് അവിടെ തരികയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 3 മാസമായപ്പോഴേക്കും 9 പേരെ സ്നാനപ്പെടുത്തി അവിടെ സഭ ആരംഭിപ്പാൻ കർത്താവ് കൃപ നൽകി. അതിനുശേഷം ഞങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു, പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ 10 സെന്റ് സ്ഥലം പുറമറ്റം ജംഗ്ഷനിൽ തന്നെ വാങ്ങുവാൻ കർത്താവ് കൃപ നൽകി. ആലയപ്പണിക്കായി. അതോടൊപ്പം തന്നെ പിന്നെയും 2.5 സെന്റ് കൂടെ വാങ്ങിച്ചു. അങ്ങനെ 12.5 സെന്റ് സ്ഥലം പുറമറ്റത്ത് വാങ്ങുവാൻ ദൈവം കൃപ നൽകി. 60 അടി നീളം 30 അടി വീതിയുള്ള ഒരു വലിയൊരു ഹാള് പണിയുവാൻ കർത്താവ് ഞങ്ങളെ അവിടെ 7 വർഷം കൊണ്ട് ദൈവം ഇടയാക്കി തീർത്തു. അനേകർ, 1 കുടുംബം 2 കുടുംബം, അങ്ങനെ പല കുടുംബങ്ങൾ വരുവാനിടയായി. അവിടെയുള്ള മർത്തോമ, യാക്കോബ, കത്തോലിക്ക, ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് പലരും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. പുറമറ്റൊരു ചന്തയായതുകൊണ്ട് അവിടെ മീൻ കച്ചവടവും മറ്റൊക്കെയും കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന പലരും വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോലെ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവരൊക്കെയും അവിടെയുള്ളവരൊക്കെയും വിശ്വാസത്തിലേക്ക് പലരും കടന്നു വന്നു. അവിടെ ഏറ്റവും തലവേദനയായിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഷാജി എന്ന പേര്. ആ സഹോദരൻ മീൻ കച്ചവടമായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസ എല്ലാം കുടിച്ച് വല്ലാത്ത അവസ്ഥയിലായി. ആ മലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി ഒരു സ്വസ്ഥയിലായിരുന്ന ഒരു കുടുംബം, ഒരു സഹോദരമായിരുന്നു. ഒരു ദിവസം വീട്ടിൽ കടന്നു വന്നു. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. ഒരു 3 മണിക്കൂറോളം ഇടുന്നു. അദ്ദേഹത്തെ ആ മീൻ നാറുന്ന ആ ശരീരത്തോടു കൂടി ഞാൻ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര ഒരു സന്തോഷമായി. അന്ന് അദ്ദേഹം മദ്യപാനം നിർത്തി. അന്നാണ് വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരൻ ആദ്യമായിട്ട് വീട്ടിലോട്ട് മീൻ കച്ചവടം ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ഭവനത്തിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനിടയായത് അന്നാണ്. ആ സഹോദരനൊക്കെ വിശ്വാസത്തിലേക്ക് വന്നു. കുടുംബമായി കർത്താവിലേക്ക് വന്നു. ദൈവ വഴിയിൽ അവരൊക്കെയും കൈപിടിച്ച് നടത്തുവാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകി. എല്ലാവരും തന്നെ പുതിയ വിശ്വാസികൾ, പുതിയ ചെറുപ്പക്കാർ. പലർക്കും ജോലിയില്ല, പലർക്കും വിവിധമായ സങ്കടങ്ങൾ. അതിനെല്ലാറ്റിനും കൂടെ ഞങ്ങൾ ആ സങ്കടങ്ങൾക്കെല്ലാം കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിച്ച്, അവരെ സുവിശേഷം പഠിപ്പിച്ച്, വചനം പഠിപ്പിച്ച് അവരെയൊക്കെയും കൈത്താങ്ങം നൽകി വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ അവർ പലർക്കും ജോലി ദൈവം നൽകി. പലരും വിദേശങ്ങളിൽ പോകുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ വലിയൊരു അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനിടയായി. ഇന്നും പുറമറ്റത്തെ അസംബ്ലീസ് റോഡ് സഭ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായി ഇന്നും അവിടെയുണ്ട്. 7 വർഷം ആയി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹോളിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിപ്പാൻ ഇടയായി. ഈ സമയങ്ങളിൽ ഞാൻ കുമ്പനാട് വീണ്ടും ഫർദർ സ്റ്റഡിക്ക് ജോയിൻ ചെയ്തു. ആ സമയങ്ങളൊക്കെയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല ദൈവദാസന്മാർ അവിടെ ബൈബിൾ കോളേജിൽ വന്ന് ചൊവ്വാഴ്ചയുള്ള ചാപ്പൽ സർവീസിൽ അവർ മെസ്സേജ് തരുവാനിടയാകും. അപ്പോൾ ആ മെസ്സേജിലൊക്കെ നോർത്ത് ഇന്ത്യയിലെ വിഷയങ്ങളെല്ലാം പറയുവാനിടയായിത്തീർന്ന് അവരനുഭവിച്ച കഷ്ടതകൾ, അനുഭവിക്കുന്ന ത്യാഗങ്ങളൊക്കെയും പറയുന്നത് കേൾക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ ഉള്ളിൽ വലിയൊരു ഉത്തേജനം, എനിക്ക് നോർത്ത് ഇന്ത്യ പോകണം. ദൈവം തന്ന, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉള്ളിൽ തന്ന, ആ ചെറുപ്രായത്തിൽ തന്ന ആ ദർശനം അത് വളരുവാൻ തുടങ്ങി. ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിലോട്ട് പോകണമെന്നുള്ള വലിയൊരു ആവേശം എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു. കുമ്പനാട് ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം അതിനു മുമ്പായി ചർച്ചിൻ്റെ പണികളെല്ലാം പൂർത്തിയായി. അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു. ഞാനും ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി ഞങ്ങളോട് സംസാരിപ്പാനിടയായി. നിന്റെ ശുശ്രൂഷ കേരളത്തിലെ അവസാനിച്ചിരിക്കുന്നു, നിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് അയക്കുക. അപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഈ ഹിന്ദി ഒട്ടും തന്നെ അറിയില്ല. ഞാൻ ആകെ വന്നിട്ടുള്ളൂ, ചെന്നൈ വരെ വന്നിട്ടുള്ളൂ. വടക്കേ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനങ്ങളെക്കുറിച്ചും ഒരു അറിവും എനിക്കില്ല.
പക്ഷെ ദൈവമേ, ഞാൻ ദൈവസേന ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ വടക്കേന്ത്യക്ക് ഞങ്ങളെ അയക്കുന്നെങ്കിൽ സിറ്റികളിലോട്ട് ഞങ്ങളെ വിടരുത്. ആരും ഇന്ന് വരെയും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ അയക്കണം. അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾക്ക് തരണമെന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ 6 സംസ്ഥാനങ്ങളുടെ പേര് എഴുതിയിട്ട് പ്രാർത്ഥിപ്പാൻ ഇടയായി. 6 സംസ്ഥാനങ്ങളുടെ പേര് എഴുതിയിട്ട് ചില മാസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൽ ഉത്തർപ്രദേശിൽ പോകാനുള്ളൊരു നിയോഗം ദൈവം തരികയാണ്. അപ്പോൾ ഈ ഉത്തർപ്രദേശിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇത്രയും വലിയ ഒരു സ്റ്റേറ്റാണ്, 10-25 കോടി ജനങ്ങളുണ്ട്, 10-75ഓളം സംസ്ഥാനങ്ങളുണ്ട്. ഇവിടെ എവിടെ പോകണം എന്നൊരു നിശ്ചയവുമില്ലാതെ പിന്നെ ദൈവത്തിന് പ്രാർത്ഥിച്ചു. 6 ജില്ലകളുടെ പേര് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും കൈ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം തന്നൊരു നിയോഗമാണ് ഉത്തർപ്രദേശിലെ ബസ്തിയിൽ പോകുവാനുള്ള. 6 ജില്ലകളുടെ പേര് എഴുതിയിട്ട് ഇതിൽ ബസ്തി എന്നുള്ള സ്ഥലം കൂടെ ഉണ്ട്. അങ്ങനെ ബസ്തിയിൽ പോകുവാനുള്ള ഒരു നിയോഗം തന്നു. അപ്പോഴും ഞങ്ങൾ ദൈവത്തിന് ഞാൻ കർത്താവെ, ഇത് ബസ്തിയിൽ പോകാനാണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു വഴി, അവിടെ എത്തിച്ചേരുവാനും അവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി ദൈവം തുറന്നു തരണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഈ ബസ്തി, ഞാൻ പ്രവാചകന്മാരുടെ പ്രവചനം കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തലയെ കൈവച്ചിട്ടോ ഒന്നും വടക്കേന്ത്യക്ക് വന്നതല്ല. ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവം വ്യക്തമായ ദർശനം ഞങ്ങൾക്ക് തരണം, എനിക്ക് തരണം, എന്നാലേ ഞാൻ പോവുകയുള്ളൂ. ദൈവസന്നിധിയിൽ മോശ പ്രാർത്ഥിച്ച പോലെ നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതെന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചു. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വടക്കേന്ത്യയിൽ ഒന്നും അറിയാത്ത ദേശത്ത്, ആരും അറിയാത്ത ദേശത്ത്, ആരുമില്ലാത്തൊരു ദേശത്ത്, ഞങ്ങൾക്ക് പരിചയക്കാരോ ഒന്നുമില്ലാത്ത ദേശത്തേക്ക് ഈ ബസ്തിയിലോട്ട് എങ്ങനെ ഞങ്ങൾ പോകും? അത് ദൈവം അതിന് നിയോഗം തരണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ദൈവം രാത്രിയിൽ ഒരു സ്വപ്നം കാണിച്ചത് ഏകദേശം ഒരു 10-15 സെന്റ് സ്ഥലമുള്ള ഒരു കോമ്പൗണ്ട് കാണുകയാണ്. 4 വശം അതിന് മതിൽ കെട്ടിയിട്ടുണ്ട്. അത് മുഴുവനും തീ കൊണ്ട് കത്തുകയാണ്. അപ്പൊ ഞാൻ അതിൻ്റെ പുറത്തുള്ളൊരു ഭാഗത്ത് നിൽക്കുകയാണ്. നോക്കി കഴിഞ്ഞപ്പോൾ കുറെ മല്ലന്മാരായ വ്യക്തികള്, ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന അപാലവൃത്തം ജനങ്ങളെ, പ്രായമുള്ളവരെയും ചെറുപ്പക്കാരെയും കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം അനേക കാട്ടാളന്മാർ പോലെ വ്യക്തികൾ വലിച്ചു കൊണ്ടുവരിക. അവർ വലിച്ചുകൊണ്ടുവന്ന് വലിയ നിലവിളിയോടെ അവർ വരികയാണ്. അവരെ ബലമായി കൊണ്ടുപോകുന്ന ഈ തീയിലോട്ട് വലിച്ചിടുകയാണ്. അപ്പൊ തീയിലോട്ട് വലിച്ചിടുന്ന ഈ കാഴ്ച ഞാൻ കണ്ടിട്ട് എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടിച്ചു, ദൈവം ഇവരെ ആരെയും രക്ഷിക്കുവാൻ ആരുമില്ലല്ലോ, കർത്താവെ നീ ഒന്ന് സഹായിക്കണേ എന്ന് ദൈവത്തിൽ ഞാൻ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് ബലമായി വലിച്ച് കുറേ പേരെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഓടി മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ മാറ്റി അവരെ കുറേ പേര് രക്ഷിക്കുക. ഈ കാഴ്ച കണ്ടതിന് ശേഷം ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ദൈവം ഞങ്ങൾ തന്നിരിക്കുന്ന സ്ഥലമാണ് ബസ്തി, അവിടെ ഇപ്രകാരമുള്ള ജനങ്ങൾ ഉണ്ടാകും, അവിടെ പോകാനുള്ള ദർശനം ദൈവം തരികയാണ്. യൂദായുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിനെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാനുള്ള ഒരു ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്വപ്നം കാണുവാൻ ഇടയായതെന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ നിശ്ചയിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ 6 ജില്ലകളുടെ പേരെഴുതിയിട്ട് ഞങ്ങൾ നെറുക്കെടുക്കുവാനിടയായി. ഞാൻ മോനോട് പറഞ്ഞു, മോന് എന്ന കുഞ്ഞാണല്ലോ, അവനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു നെറുക്കെടുക്കണം. ഈ 6 ജില്ലയിൽ എവിടെയാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത് ദൈവം നമുക്ക് നിശ്ചയമായി നമ്മളെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മോൻ നെറുക്കെടുത്തപ്പോൾ ബസ്തി എന്നുള്ള ആ ചീട്ട് ഞങ്ങൾക്ക് ലഭിക്കാനിടയിൽ. അങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾ വടക്കേന്ത്യയിലെ ഉത്തർപ്രദേശിലെ ബസ്തിയിലേക്ക് ദൈവം ഞങ്ങളെ അയക്കുകയാണ്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷെ ബസ്തിയിൽ എങ്ങനെ എത്തിച്ചേരും? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ദൈവദാസനോട്, ലക്നൌയിലുള്ള ദൈവദാസനോട് ചോദിച്ചു പറഞ്ഞു, UP-യിലെ ബസ്തി എന്ന് പറയുന്ന ഒരു പിന്നോക്ക ജില്ലയാണ്, അവിടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മിഷണറിമാരും കാര്യമായിട്ടോ ഒന്നുമില്ല, വളരെ പിന്നോക്ക ജില്ലയാണ്, സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് എന്ന് ഒരു അറിവ് കിട്ടി. അപ്പോൾ അവിടെ മിഷണറിമാരും ഉള്ളതായിട്ടോ അവരുടെ ഫോൺ നമ്പറോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ദൈവസ്ഥലം പ്രാർത്ഥിച്ചു, കർത്താവെ അവിടെ പോയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആരുടെയെങ്കിലും ഒരു നമ്പർ ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നെ, ആരെങ്കിലും ഞങ്ങളുടെ മുമ്പാകെ എനിക്ക് അറിയിക്കണമെന്ന് ദൈവത്തിന് പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കാതെ ഒരു ദിവസം ഞാൻ 21 സുബാസ് ഇരുന്ന സമയത്തൊക്കെ ശുശ്രൂഷയ്ക്ക് വിളിച്ച
ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ആലപ്പുഴ IPCയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയമാണ് അദ്ദേഹം. മോൻസി തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വീട്ടിൽ ഒരു ദിവസം വരുവാനിടയായി. ഞങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആ ദൈവദാസൻ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ചോദിച്ചു, പാസ്റ്ററെ പോളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞല്ലോ, ഇനി പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എവിടേക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കേരളം വിട്ടു പോവുകയാണ്, നോർത്ത് ഇന്ത്യക്ക് പോകാനാണ്. നോർത്ത് ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉത്തർപ്രദേശിലെ ബസ്തി എന്ന് പറഞ്ഞ സ്ഥലമാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഒരാഴ്ച മുമ്പ് ബസ്തിയിൽ പോയിട്ട് വന്നതാണ്. ബസ്തിയിൽ നിന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കായംകുളത്ത് ട്രെയിൻ കയറി 3-ാം ദിവസം ബസ്തിയിലെ ട്രെയിനിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് നേപ്പാൾ ബോർഡറിലുള്ള എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചൊരു ദേവദാസൻ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ശുശ്രൂഷിച്ചിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് തിരിച്ചു വന്നത് എന്ന് പറയുവാനിടയായി. അത് ഒരു വലിയൊരു അത്ഭുതമായി ഞങ്ങൾക്ക് തോന്നി. കാരണം ഞങ്ങൾ കാത്തിരുന്ന, ഞങ്ങൾ പോയിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആ സ്ഥലത്തേക്ക് അവിടെ പോയിട്ടുള്ള പരിചയമുള്ള ഒരു ദൈവദാസനെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ നേപ്പാൾ ബോർഡറിലുള്ള ദേവദാസൻ്റെ ഫോൺ നമ്പർ എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ബസ്തിയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ദേവദാസനെ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ബസ്തിയിലേക്ക് വരുവാൻ ദൈവം ഒരു ദർശനം തന്നിരിക്കുകയാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ, ഇനി ഞങ്ങൾക്കൊരു വീട് ക്രമീകരണം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരൻ സഹോദരൻ ഇവിടെ ഉണ്ട്, മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ നമ്പർ ലഭിച്ചു. അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ബസ്തിയിലോട്ട് ദൈവിക ദർശനത്തോടെ സുവിശേഷ വേലയ്ക്ക് വരികയാണ്, ഞങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചില മാസങ്ങൾ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു വീട് കിട്ടി. അദ്ദേഹം കിട്ടിയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്, ഒരു BJP-കാരൻ്റെ വീടാണ്, അയോധ്യയിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ ബസ്തിയിലെ നേതാവിൻ്റെ വീടാണ്. ആ വീടിൻ്റെ ഒരു മുറിയും ഒരു കൊച്ചടക്കളയും നിന്ന് തിരിയാൻ മാത്രം ഇടമുള്ളൊരു കുഞ്ഞി അടക്കളയും ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് തന്നെ ധാരാളം, അങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവ് വടക്കേ ഇന്ത്യക്ക് അയക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല സ്കൂളും താമസിക്കുവാൻ ഒരു മുറി, അതാണ് ഞങ്ങൾ ദൈവസന്നിധി ചോദിച്ചു. വേറെ ഒന്നും ഞങ്ങൾ വടക്കേ ഇന്ത്യക്ക് വരുമ്പോൾ ചോദിച്ചതുമില്ല. അങ്ങനെ ആ വീട് ഉണ്ടെന്ന് പറഞ്ഞു. താഴെ ഹൗസ് കൊണ്ട് താമസിക്കുന്ന മേളിലത്തെ അവരുടെ മുറികളിൽ ഒന്നും ഒരു കൊച്ചു അടക്കളയും ഒരു ചെറിയൊരു ടോയ്ലറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് തന്നെ ഞങ്ങൾക്ക് ധാരാളം, അത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് വാടകയ്ക്ക് അത് എടുക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ 2007 ഏപ്രിൽ മാസം 24-ാം തീയതി നാട്ടിൽ നിന്ന് ഞങ്ങൾ കുടുംബമായി യാത്ര തിരിച്ചു. ഞങ്ങളെ വിശ്വാസികൾ കായംകുളം റെയിൽവേ സ്റ്റേഷന് കൊണ്ടുവിട്ടു. അങ്ങനെ നല്ലൊരു യാത്രയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി 3-ാം ദിവസം ബസ്തിയിൽ 2007 ഏപ്രിൽ 26-ാം തീയതി രാത്രി 8 മണിക്ക് ഞങ്ങൾ ബസ്തിയിൽ ഇവിടെ വന്നിറങ്ങുവാനിടയായി. അങ്ങനെ ഇവിടെ വന്നു. ആ ഭവനത്തിൽ ചെന്നു. ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, ദേശം അറിയില്ല, ആരെയും പരിചയക്കാരില്ല. ആ സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഇവിടെ ഭോജ്പുരിയാണ് ലോക്കൽ ലാംഗ്വേജ്, ഹിന്ദിയും ഭോജ്പുരിയുമാണ്. ഞങ്ങൾക്കിത് രണ്ടും അറിയാൻ വയ്യാത്തതുകൊണ്ട് വല്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ ആയിരുന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല സ്കൂൾ വേണമല്ലോ എന്ന് കരുതി അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു കാത്തലിക് ചർച്ചിൻ്റെ ഒരു മിഷൻ സ്കൂളുണ്ട് തൊട്ടടുത്ത് തന്നെ. ഈ ജില്ലയിലെ ഒരു ICSE സിലബസിലുള്ള ഒരു സ്കൂളാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അച്ഛന് ദൈവം ഒരു വിഷൻ കൊടുത്ത് കാത്തലിക് ചർച്ചിൽ CST ഫാദേഴ്സിലെ ഒരു അച്ഛൻ ഇവിടെ വന്ന് ഒരു ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചതാണ്. 4-8 കുട്ടികളുമായി ആരംഭിച്ച സ്കൂളാണ്. ഇന്ന് ഈ സ്കൂള് ഏകദേശം 6000-ഓളം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ്. ഈ സ്കൂളിൽ ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെയും ഈ ദേശത്തെ ഒരു നല്ലൊരു വലിയ സ്കൂളാണ്. അപ്പം അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിലും വലിയ ഫീസാണ്. അത് പെന്തക്കോസ്തുകാർക്കൊന്നും അഡ്മിഷൻ കൊടുക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഏതായാലും ദൈവം പറഞ്ഞിട്ടാണല്ലോ വന്നത്, ഈ അഡ്മിഷൻ തരാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളായ അവിടെ ചെന്നു. ഇവിടെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ മോൻ 4-ാം ക്ലാസ്സിലാണ്. അവിടെ നാട്ടിൽ പഠിച്ചപ്പോഴാണ് TC വാങ്ങിച്ചു ഇവിടെ 5-ാം ക്ലാസ്സിലേക്ക്. മോള് 1st സ്റ്റാൻഡേർഡ്, 2nd സ്റ്റാൻഡേർഡിലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രിൻസിപ്പളെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു ദൈവം ഞങ്ങൾക്ക് തന്ന ദർശനത്തോടെ ഇവിടെ വന്നതാണ്, കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ
അദ്ദേഹം ഒരു തടസ്സവും പറയാതെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കുഞ്ഞുങ്ങൾക്ക് തരാം, അതിൻ്റെ പ്രോപ്പർ അതിൻ്റെ ചെയ്യേണ്ടതായ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യുക, എക്സാം എഴുതുക എന്നൊക്കെ പറഞ്ഞു. അത് ചെയ്തു. അങ്ങനെ അഡ്മിഷൻ അവർക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. ബസ്തിയിലെ ഏറ്റവും ഒരേ ഒരു ICSE സിലബസിലുള്ള ഒരു വലിയ ഏറ്റവും നല്ലൊരു സ്കൂളിൽ 2 പേർക്കും അഡ്മിഷൻ ലഭിക്കാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ നേതാവ് ഇവിടുത്തെ ഒരു ഈ ദേശത്തിൻ്റെ തന്നെ ഒരു ഗുണ്ടയാണ്. പുള്ളിയുടെ ഒപ്പം തന്നെ 3-4 പേര് തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വലിയൊരു നേതാവാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. അങ്ങനെ ഒരു ഭവനത്തിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ദൈവം. സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ സുവിശേഷകനെ കൊണ്ടുവന്ന് ദൈവം താമസിപ്പിക്കുക. മഹാ അത്ഭുതങ്ങളിൽ ഒന്ന് ഞങ്ങൾക്ക് ഇവിടെ അത് കാണുവാനിടയായി തീർന്നു. അദ്ദേഹം ഞങ്ങളെ എവിടെ വീട്ടിൽ വെച്ചായാലും പുറത്ത് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തെ ഭയത്തോടെ നോക്കുന്നെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഞങ്ങളെ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വൈകിട്ട് 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണം. അല്പം പ്രയാസമുള്ള സ്ഥലമാണ്. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾ ഒരുത്തനും തൊടില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു സംരക്ഷകനായിട്ട് ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കാനിടയായി. നല്ലൊരു മനോഹരമായ ഒരു വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ച് അവർക്ക് എന്തെല്ലാം അവർ ഭക്ഷിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഓഹരി ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. പറയുമ്പോൾ ചിലപ്പോൾ വേറെ നിലയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോയെന്ന് വരാം. എന്നാൽ ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ ഒന്നും അത്രത്തോളം മട്ടൻ നമ്മൾ അധികമായി കഴിക്കാറില്ല. മട്ടൻ വല്ല വിശേഷങ്ങൾക്കോ വലിയ കല്യാണത്തിനൊക്കെ സംബന്ധിക്കും. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെയാണ്. വലിയ വലിയ നേതാക്കന്മാരൊക്കെ വരുന്ന മിക്ക ദിവസങ്ങളിലും മട്ടൻ കറി വയ്ക്കും. അതിലൊരു ഓഹരി ഞങ്ങൾക്ക് തരുമായിരുന്നു. ഞങ്ങളെ ഈ 2-2.5 വർഷം ആ വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ചു. ഭക്ഷണം ഞങ്ങളെ വീട്ടിലെ സാധനങ്ങൾ തീരുമ്പോൾ അരി, അതുപോലെ പച്ചക്കറി സാധനങ്ങൾ എന്ന് വേണ്ടുന്ന എന്തെല്ലാം വീട്ടിലോട്ട് ആവശ്യമുണ്ടോ, വിശ്വാസികളില്ലാത്ത പരിചയക്കാരില്ലാത്ത ആരുമില്ലാത്ത ദേശത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പോറ്റുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചത് ഈ BJP-കാരനായ ഈ വ്യക്തിയാണ്. ഒരു പരിചയമില്ല, ഒരു ബന്ധമില്ല, യാതൊന്നുമില്ല. ആദ്യമായിട്ട് വന്ന ആ വീട്ടിൽ ഞങ്ങൾ വാടകക്കാരായിട്ട് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതും ഈ ദേശക്കാർ പോലുമല്ല, ഭാഷക്കാരുമല്ലാത്ത ഞങ്ങളോട് ഒരു മനസ്സലിവ് തോന്നുവാൻ ഇസ്രായേൽ മിസ്രീമർക്ക് അതേ കൃപ തോന്നുമാറാക്കി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ ആരുമില്ലാത്ത അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തുവാൻ ഈ BJP-കാരനെയും കുടുംബത്തിൻ്റെയും ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളിലൊന്ന്. അങ്ങനെ 3 മാസത്തോളം കുഞ്ഞുങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, അവർ സ്കൂളിലാക്കി. അതിനുശേഷം ഞങ്ങൾ നടന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 3 മാസം ദേശം പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ 2 പേരും എനിക്കൊരു ഉപദേശി സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ അല്പം വെള്ളവും എന്തെങ്കിലും ഇച്ചിരി ബിസ്ക്കറ്റും അതിൽ എടുത്തിട്ട് ഞങ്ങൾ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേശമെല്ലാം ചുറ്റി നടന്ന് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുമ്പോൾ ഈ സമയങ്ങളിലൊക്കെയും അതിഭയങ്കര ചൂടിൻ്റെ സമയമാണ്. കേരളത്തിലെ ആ കാലാവസ്ഥയിൽ നിന്ന് കൂടിയ ചൂടിലോട്ട് ഞങ്ങൾ വന്നപ്പോൾ വളരെയധികം ക്ലേശിക്കേണ്ടി വന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് വല്ലാത്ത അവസ്ഥയിൽ ആക്കി തീർത്തു. എന്നാൽ ഞങ്ങൾ 3 മാസം ദേശമെല്ലാം ചുറ്റി നടന്ന് പ്രാർത്ഥിപ്പാനിടയായി. അതിനുശേഷം ഞങ്ങൾ 3 മാസം ഓരോ ഗ്രാമങ്ങളും ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു വരും. ആരോട് സംസാരിക്കില്ല, സംസാരിക്കാൻ ഭാഷ അറിയില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ 3 മാസം വന്ന് 3 ദിവസം ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. 3 മാസം ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച് 3 ദിവസം ഉപവസിച്ചു. ദൈവസന്നിധിയിൽ ഉപവസിച്ചതിന് ശേഷം ഒരു ഗ്രാമത്തിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു ചെന്നു. അവരോട് അറിയാവുന്ന ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചു. യേശു നിങ്ങളെ സൗഖ്യമാക്കും, രക്ഷിക്കുന്ന ദൈവമാണെന്നൊക്കെയും സുവിശേഷം പങ്കുവെക്കാനിടയായി. അങ്ങനെ അവിടെ ഒരു മാതാവ് വയ്യാതെ കിടപ്പുണ്ടായിരുന്നു. ആ മാതാവിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് സൗഖ്യമാക്കുക, യേശു സൗഖ്യമാക്കുന്ന യേശുവാണ്, ഭഗവാനാണ്, ദൈവമാണെന്നൊക്കെയും പറഞ്ഞു. അവർക്കത് വിശ്വാസമായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിന് കർത്താവ് സൗഖ്യം നൽകുവാനിടയായി.
അങ്ങനെ വലിയ വിടുതൽ ആ മാതാവിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഇനിയും പ്രാർത്ഥനയ്ക്ക് വരണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രാർത്ഥന വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, ഞങ്ങൾ ഞായറാഴ്ച കടന്നു വരാം. അപ്പോൾ അവിടെ ഗ്രാമങ്ങളിൽ നോർത്ത് ഇന്ത്യയിലുള്ള കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ കേൾക്കുന്നവർക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ ഗ്രാമങ്ങളിലൊക്കെയും ആദ്യത്തെ മുറി, വീടിന്റെ ആദ്യത്തെ മുറി തൊഴുത്തായിരിക്കും. എരുമയോ പശുവിനെ കെട്ടുന്ന തൊഴുത്തായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ടാണ്, അതിന്റെ പുറകിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ റൂം എന്ന് പറയുന്നത് ഈ തൊഴുത്താണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഞായറാഴ്ച വരാം. അപ്പോൾ ഒരു ബുധനാഴ്ച ദിവസമാണ് ഞങ്ങൾ ചെന്നത്. ഞായറാഴ്ച ഞങ്ങൾ വരാം, വന്നു കഴിയുമ്പോൾ ആ തൊഴുത്ത് എരുമയൊന്ന് പുറത്ത് കെട്ടി ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇച്ചിരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് 7-8-10 പേരുണ്ട് ആ വീട്ടില്. എല്ലാവരും കൂടെ പിറകിലുള്ള ഒരു കൊച്ചു 2 മുറിയിലായിട്ട് താമസിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥന നടത്താൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഞങ്ങൾ ചെന്നപ്പോൾ ആ തൊഴുത്തെല്ലാം വൃത്തിയാക്കി അവിടെ കച്ചി വൈക്കോല് വിരിച്ച് അതിൻ്റെ മേളിൽ ചാക്കെല്ലാം വിരിച്ച് എനിക്ക് ഇരിക്കാനായിട്ട് 1-2 ചാക്കും കൂടെ കൂടുതലിട്ട് അവിടെ പാസ്റ്റർക്ക് ഇരിക്കാനുള്ള ഒരിടം പ്രത്യേകമായി ക്രമീകരിച്ച് അങ്ങനെ പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആദ്യത്തെ പ്രാർത്ഥനാ മീറ്റിംഗ് ഗ്രാമത്തിൽ ബസ്തിയിൽ ആ ഭവനത്തിലാണ് ആരംഭിക്കാനിടയായി. 1 വർഷത്തോളം ഞങ്ങൾ അവിടെ ആരാധന നടത്തി. 1 വർഷത്തിനുള്ളിൽ ആ ഭവനത്തിൽ 7 പേരെ സ്നാനപ്പെടുത്തി ദൈവത്തിൻ്റെ സഭ ഇവിടെ ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ വിവിധ ഗ്രാമങ്ങളിലെല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് പ്രാർത്ഥിപ്പാനിടയായി. അതിനുശേഷം പിന്നെയും പല ഗ്രാമങ്ങളിലൊക്കെയും പ്രവർത്തനം ആരംഭിക്കാനിടയായി. ഇതിനിടയിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ക്യാമ്പസ് ക്രൂസൈഡിൽ വർക്ക് ചെയ്യുവാനിടയായിട്ടുണ്ട്. അതിൽ ഫിലിം മിനിസ്ട്രിയിൽ, ജീസസ് ഫിലിം മിനിസ്ട്രിയിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ യേശുവിനെ പെട്ടെന്ന് പരിചയപ്പെടുത്തുവാനുള്ള ഒരു മാർഗം ഹിന്ദിയിലോ ഉറുദുവിലുള്ള ജീസസ് ഫിലിമിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ഇവിടെ അതിന് സൗകര്യപ്പെടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ഫിലിം മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് തയ്യാറായി. ഒരു ജനറേറ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. ജനറേറ്റർ ദൈവം തന്നു. ഇവിടെ എങ്ങും ആ സമയങ്ങളിലൊന്നും കറണ്ടില്ല, ഗ്രാമങ്ങളില്ലായിരുന്നു. 6 മണിക്കൂർ മാക്സിമം കറണ്ട് ലഭിക്കുക, അത് വോൾട്ടേജ് പോലും ഇല്ലായിരുന്നു. അതുപോലെ അത് സിറ്റിയിൽ മാത്രമേ ഉള്ളൂ, മറ്റു ഗ്രാമങ്ങളിലൊന്നും കറണ്ടില്ല. അപ്പോൾ ജനറേറ്ററും ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു പ്രൊജക്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് 2ഉം ദൈവം തന്നു. ഒരു സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം തന്നു. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഗ്രാമങ്ങളിൽ പോയി ഫിലിം മിനിസ്ട്രി സ്ക്രീൻ വലിച്ചു കെട്ടി ഞങ്ങൾ ഫിലിം മിനിസ്ട്രി നടത്തുവാനിടയിൽ. അന്ന് വണ്ടിയൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് സൈക്കിൾ റിക്ഷയിലാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. അങ്ങനെ സൈക്കിൾ റിക്ഷയിൽ ഗ്രാമത്തിലോട്ടെല്ലാം തള്ളിക്കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ഫിലിം മിനിസ്ട്രിയൊക്കെ നടത്തിയ സമയങ്ങൾ ഓർക്കുന്നു. അങ്ങനെയൊക്കെ നടത്തുവാൻ ദൈവം കൃപ നൽകി. അനേകർ ക്രിസ്തുവിലേക്ക് അതും പ്രകാരം വഴി നടത്തുവാൻ. അങ്ങനെ ഫിലിം മിനിസ്ട്രി നടത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ പിന്നെ ഫോളോ അപ്പ് ചെയ്യുവാനും അവിടെ കൂട്ടായ്മ ആരംഭിക്കാനിടയായി. അതോടൊപ്പം തന്നെ ചിൽഡ്രൻ മിനിസ്ട്രി ആരംഭിച്ചു. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കുട്ടികൾ ഗ്രാമങ്ങളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ധാരാളം കുഞ്ഞുങ്ങളെ നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയും താമസിക്കുന്ന വിവിധ ഗ്രാമങ്ങളെല്ലാം ചിൽഡ്രൻ മിനിസ്ട്രി ആരംഭിച്ചു. ഏകദേശം 350ഓളം കുട്ടികൾ ഞങ്ങൾക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ചിൽഡ്രൻ മിനിസ്ട്രിക്ക് ലഭിക്കാനിടയായി. അങ്ങനെ ചിൽഡ്രൻ മിനിസ്ട്രി, ജീസസ് ഫിലിം മിനിസ്ട്രി ഞങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ചാരിറ്റബിൾ വർക്ക് ആരംഭിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. കൊടിയ തണുപ്പിലും അതുപോലെ തന്നെ വിവിധ പ്രതിസന്ധികൾ നടുവിലൊക്കെയും പലരെയും സഹായിപ്പം തക്കവണ്ണം ചാരിറ്റബിൾ വർക്ക് ആരംഭിച്ചു. അങ്ങനെ കമ്പിളി വസ്ത്രങ്ങളും ഒക്കെയും വിതരണം ചെയ്യുവാനൊക്കെ വിവിധ നിലയിലൊക്കെ ദൈവം ഈ ദേശത്ത് ഞങ്ങളെ വിവിധ നിലയിൽ ഉപയോഗിക്കാനിടയായി തീർന്നു. ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമാണ്, അനുകൂല സാഹചര്യങ്ങളില്ല, നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രം നമുക്ക് ധരിക്കാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കില്ല, താമസ സൗകര്യങ്ങളില്ല, നമുക്കൊരു മാനസികമായ സപ്പോർട്ട് തരുവാൻ ആരില്ല, സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഞെരുക്കം, ആരും നമ്മളെ വിസിറ്റ് ചെയ്യാൻ ആരുമില്ല, വരികയില്ല. അങ്ങനെ എല്ലാം പ്രതികൂലമാണെങ്കിലും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ജനസമൂഹത്തെ കാണുമ്പോൾ ഈ കഷ്ടതയൊക്കെയും മറന്നു പോകുക തക്ക നിലയിൽ ദൈവം മാനിപ്പാൻ സഹായിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് ദൈവം നാട്ടിൽ വെച്ച് എനിക്ക് തന്ന ദർശനം പോലെ ആ തീയിലേക്ക് വലിച്ചിടുന്ന ജനങ്ങളെ പോലെ അതേ രൂപത്തിലും
അതേ ശരീരപ്രകൃതിയിലും അതേ ബലഹീനതയിലായിരിക്കുന്ന ജനസമൂഹത്തെ ഇവിടെ ഗ്രാമങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തരുവാനിടയായി തീർന്നു. അന്ന് കണ്ട ആ ദർശനത്തിന്റെ നിവൃത്തി എന്നോണം അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. മാത്രമല്ല, ഈ ഗ്രാമങ്ങളിലൊക്കെയും യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടില്ലാത്ത ഒത്തിരി ഗ്രാമങ്ങളിൽ ഞങ്ങൾ ആദ്യത്തെ മിഷണറിയായി, ആദ്യത്തെ സുവിശേഷകരായി, ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് പറയുന്ന ആദ്യ മിഷണറിയായി കടന്നു എന്ന് കർത്താവിനെ അറിയിക്കുവാൻ, കർത്താവിന്റെ സുവിശേഷം പങ്കുവെക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇവിടുത്തെ ദേശത്തെ പ്രവർത്തനങ്ങളൊക്കെയും ബലപ്പെടുവാനിടയായ 6 സ്ഥലങ്ങളിൽ ഞങ്ങൾ ആരാധന ഹൗസ് ചർച്ചസ് ആരംഭിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ ഞങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് വരുവാനിടയായിത്തീർന്നു. അനേകരെ കർത്താവ് സ്നാനപ്പെടുത്തുവാനും കൂട്ടായ്മകൾ ആരംഭിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു കൊണ്ടിരുന്നു. ആ വലിയൊരു അനുഗ്രഹങ്ങളെ കൺമുമ്പിൽ കാണുവാൻ, ദൈവത്തിൻ്റെ വലിയ സന്തോഷത്തെ അനുഭവിപ്പാനൊക്കെയും ഈ ദേശത്ത് ഞങ്ങളെ കർത്താവ് സഹായിച്ചു. ഈ സമയത്ത് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിൽ, കുടുംബപരമായി വലിയ പ്രതിസന്ധിയിൽ ഞങ്ങൾ എത്തിച്ചേരുവാനിടയായി. കാരണം ഇവിടുത്തെ ചൂട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് താങ്ങുവാൻ വല്ലാത്ത പ്രയാസമായി തീർന്നു. മോനാണെങ്കിൽ അവന് ശരീരം വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഇവിടെ വന്ന് ചൂടേറ്റു. ഇവിടുത്തെ ഭക്ഷണമൊന്നും കുഞ്ഞുങ്ങൾക്ക് പിടിക്കാതെയായി. പലപ്പോഴും ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചായയൊക്കെ അവർ അനത്തി തരും. എരുമയെ കറന്ന് നല്ല ചായ, ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ല പാലിൽ തന്നെ ചായ അനത്തി തരും. പക്ഷേ ഈ ചായ കുടിക്കുമ്പോൾ ചായയോടൊപ്പം ചാണകത്തിൻ്റെ മണവും ഒക്കെയും രുചിയും അതിലൊക്കെ ഉണ്ടാകും. എന്നാൽ അതൊക്കെയും ദൈവനാമത്തിൽ അതൊക്കെ സഹിച്ചും അവർ തരുന്ന ഭക്ഷണത്തിലൊക്കെ ഈച്ചയുടെ സമയം, ഈ മെയ് മാസമൊക്കെയാണ് മാങ്ങയുടെ സമയമാണ്. ഈ സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ ഈച്ച വന്ന് പൊതിയുന്ന സമയമാണ്. തരുന്ന എല്ലാ ഭക്ഷണത്തിലും ഈച്ച വന്നിരിക്കും. അതിനെല്ലാം ആട്ടിക്കളഞ്ഞ് ആ ഭക്ഷണമൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്ത് കഴിച്ച് അങ്ങനെ അവരെ സ്നേഹിച്ച് അവരെ കരുതി. ഗ്രാമങ്ങളിൽ ചെന്നാലൊന്നും നല്ലൊരു കസേരയോ അല്ലെങ്കിൽ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നും കാണുകയില്ല. അവരോടൊപ്പം മണ്ണിൽ ചാണകം മെഴുകിയ ആ തറയിൽ ചാക്ക് വിരിച്ചും ഒക്കെയും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുവാനൊക്കെ ദൈവം ഇടയാക്കി. അതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിപ്പാനിടയായി. എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എവിടെ പോയാലും ഇവരെയും കൊണ്ടുപോകും. ആ കഷ്ടതകൾ അവരും കണ്ട് പഠിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും ട്രാക്റ്റ് കൊടുക്കുവാനും ദൈവത്തെക്കുറിച്ച് പറയുവാനും ഒക്കെയും കുഞ്ഞുങ്ങളെയും അഭ്യസിപ്പിക്കാൻ കർത്താവ് ഞങ്ങൾക്കും കൃപ നൽകി. എന്നാൽ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് രോഗം ബാധിച്ചു. മോന് വലിയ ബലഹീനതയിലായി തീർന്നു. അവന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടെന്ന് അവൻ കിടപ്പായി. അവൻ്റെ ശരീരത്തിലെ പല ജോയിൻറ്റുകളും നീര് വന്ന്, ഈ ചൂട് നിമിത്തം നീര് വന്ന് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഈ തരുണത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ ലക്നോ പോകണം, 250 കിലോമീറ്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോകണം. അപ്പോൾ ഈ നിലയിൽ നല്ല ചികിത്സ കിട്ടണമെങ്കിൽ നാട്ടിൽ പോയേ പറ്റൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് സ്ലീപ്പർ ക്ലാസ്സിൽ കയ്യിലുള്ള പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി. അവനെ കിടത്തി തന്നെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്, നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ, അങ്കമാലിയിൽ LF ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നോർത്ത് ഇന്ത്യയിൽ സിതാപൂരിലുള്ള ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞിന് അവിടെ നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ അവന് പിടിക്കാത്തത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് അവനെ ഇനി നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് അവന് കൊണ്ടുപോകരുത്, ചൂട് അവൻ്റെ ശരീരത്തിന് താങ്ങില്ല. ബൈബിളിൽ പറയുന്ന പോലെ അത്യുഷ്ണത്താൽ എൻ്റെ അസ്ഥികളിലുള്ള മജ്ജ ഉരുകിപ്പോയി എന്ന് തിരുവനന്തപുരത്തിൽ പറയുന്ന പോലെ ആ അസ്ഥിക്കുള്ളിൽ മജ്ജ ഉരുകി അത് ജോയിൻറ്റുകളെല്ലാം വന്ന് നീരായി വരുവാനിടയായി തീർന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇവനെ കൊണ്ടുപോയാൽ അവൻ അവിടെ മരിച്ചു പോകും, അവന് ചൂട് താങ്ങാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞു. അവന് MRI ടെസ്റ്റ് എല്ലാം അന്ന് ചെയ്തു. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ദൈവസേന ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവാണ് ഞങ്ങളെ വടക്കേന്ത്യക്ക് അയച്ചതെങ്കിൽ, ഈ ദേശത്ത് ദൈവം ഞങ്ങളെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ ഞങ്ങൾ വീണ്ടും മടക്കി കൊണ്ടുവരുമെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങിച്ച് അവനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുവാനിടയായി. അങ്ങനെ ഇവിടെ കൊണ്ടുപോകുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവിന് അത്ഭുതകരമായ സൗഖ്യം അവന് കൊടുത്ത് ആരോഗ്യം നൽകി, ബലം നൽകി അവനെ നടത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഈ സമയങ്ങളൊക്കെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സമയങ്ങളൊക്കെ ഞങ്ങൾ
ഒത്തിരി ഭാരപ്പെടുവാനിടയായി. വടക്കേന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം, ചില സന്ദർഭങ്ങളൊക്കെയും സാമ്പത്തികമായി ഞെരുങ്ങി എല്ലാ വഴികളും അടഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കയ്യിൽ പൈസയൊന്നുമില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണം, അരിയൊക്കെ തീർന്നു, സാധനങ്ങളൊക്കെ തീർന്നു, സപ്പോർട്ടൊന്നുമില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നാട്ടിലൊക്കെയും ശുശ്രൂഷിക്കുന്ന സമയത്താണെങ്കിൽ എവിടെ പോയാലും എവിടെ ശുശ്രൂഷിച്ചാലും സ്വത്രാഴ്ച കിട്ടാതെ മടങ്ങിപ്പോയിരുന്ന അവസ്ഥകളില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലാത്തത് കൊണ്ട് സാമ്പത്തികമായ വഴികളെല്ലാം അടഞ്ഞു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വീണ്ടും ഞങ്ങളുടെ ഉള്ളിൽ പിശാച് ചിന്ത കൊണ്ടുവന്നു, നീ എന്തിനാണ് ഈ വടക്കേന്ത്യയിൽ കിടന്ന് ഈ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ഈ കൊടിയെ ചൂടി കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? നിനക്ക് നാട്ടിലോട്ട് പോയാൽ നല്ല സഭ കിട്ടില്ലേ? ഒരു ചർച്ച് പണിത് എല്ലാ കാര്യങ്ങളും ഒരു സഭ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതല്ലേ? ദൈവം നിന്നെ നാട്ടില് നിനക്ക് സമൃദ്ധിയായി ജീവിക്കുക, ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? എന്ന് ഞങ്ങളുടെ ഉള്ളിൽ മന്ത്രിക്കാൻ തുടങ്ങി. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾ എന്ത് ചെയ്യണം? നാട്ടിലോട്ട് തിരിച്ചു പോകണോ എന്ന നിലയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് വീട്ടിൽ അരിയൊന്നുമില്ല. അരിയെല്ലാം തീർന്നിരിക്കുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുന്നു, തിരിച്ചു വരുമ്പോഴേക്കും ചോറ് വയ്ക്കണം. എന്നാൽ അതിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, കുഞ്ഞുങ്ങൾ വരുമ്പോൾ പട്ടിണി ആയിട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുവാനിടയാകാതെ ദൈവം ഞങ്ങൾക്ക് വഴി തുറക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കാതെ പ്രാർത്ഥന മധ്യേ ഒരു ഫോൺ വന്നു. ഫോൺ കോൾ നാട്ടിൽ നിന്ന് വിളിച്ചതാണ്. ഒരു ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ദൈവദാസൻ എന്തോ വിഷയത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം ഞാൻ കാണുവാനിടയായി എന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ എന്നോട് ചോദിച്ചു, ആദ്യം വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, പാസ്റ്റർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ബാങ്കിൽ നിൽക്കുകയാണ്, പാസ്റ്റർ വേഗം അക്കൗണ്ട് നമ്പർ എനിക്ക് വേഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ദൈവം ഇവിടെ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അരി വയ്ക്കാൻ അരി പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവദാസൻ പറഞ്ഞു, ഞാൻ ബാങ്കിൽ നിൽക്കുകയാണ്, വേഗം അക്കൗണ്ട് നമ്പർ പറയാൻ പറഞ്ഞു. അങ്ങനെ അക്കൗണ്ട് നമ്പർ വേഗം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അവിടെ നിന്ന് അപ്പോൾ തന്നെ പൈസ ഇട്ടു. ഒരു 1000 രൂപ. 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് അത് 10,000 രൂപയിലും അന്നത്തെ വിലയുള്ള ഒരു എമൗണ്ടാണ്. അങ്ങനെ ആ 1000 രൂപ അക്കൗണ്ടിലിട്ടു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇത്തിരി പൈസ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞു. കർത്താവെ, ഞങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോകാൻ തയ്യാറായപ്പോൾ ദൈവം തക്ക സമയത്ത് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ ദൈവം വഴി തുറന്നല്ലോ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വീണ്ടും സമർപ്പിച്ചു. ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബാങ്കിൽ ചെന്ന് ഇപ്പോൾ അക്കൗണ്ടിൽ പൈസയുണ്ട്. ആ പൈസ എടുത്ത് ടൗണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച്, കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അരി വെച്ച് ചോറ് വെച്ച് അവർ വന്നപ്പോഴേക്കും ചോറും കറിയും തയ്യാറാകുവാനിടയായി. ഇതൊരു ഒരൊറ്റ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അതിൻ്റെ നടുവിൽ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ അത്ഭുത കരമുണ്ട് എന്ന് ഒന്ന് വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ദൈവം എങ്ങനെ നമ്മളെ പോറ്റും എന്നുള്ളത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ കരം ഒന്ന് ഞാൻ വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 100 അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ദേശത്ത് വന്നതിന് ശേഷം പറയുവാനുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കുഞ്ഞിന് അതിന് ശേഷം കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിന്മേലൊക്കെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീർന്നു. അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെക്കുറിച്ചുള്ള ദൈവികമായ നിർണയം, പ്രത്യേകിച്ച് മകന് ഒരു പ്രത്യേക വിഷൻ ദൈവം കൊടുക്കാനിടയായി. ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഒത്തിരി പേര് രോഗികളായി കിടക്കുന്നു. അവർക്ക് ട്രീറ്റ് ചെയ്യുവാൻ പൈസയില്ല, ഡോക്ടേഴ്സ് ഇല്ല, ചികിത്സയില്ലാതെ ഒത്തിരി പേര് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നതൊക്കെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട്. അന്ന് മകൻ്റെ ഉള്ളിലൊരു വിഷൻ ദൈവം കൊടുത്തു, എനിക്ക് പഠിക്കാൻ അവസരം ലഭിച്ചാൽ ഞാനൊരു ഡോക്ടറാകും, ഞാനൊരു മിഷണറി ഡോക്ടറായിട്ട് സേവനം ചെയ്യുമെന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായി. അത് ഞങ്ങൾ പറഞ്ഞു, മോനെ, അത് ആഗ്രഹമാണെങ്കിൽ ദൈവത്തിന് പ്രാർത്ഥിക്കുക, ദൈവം അത് തരും എന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതം അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് അവരെ വിശ്വസിപ്പാനിടയായി, പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു.
അവന് മെഡിസിന് പഠിക്കണമെന്നുള്ള ചിന്ത വന്നു. എന്നാൽ അവന് പഠിപ്പിക്കാനൊന്നും നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ്. വടക്കേന്ത്യയിൽ മിഷന്മാർക്കൊന്നും ഒരു പൈതലിനെ മെഡിസിന് പറഞ്ഞു വിടാനൊക്കെയും സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ദൈവത്തിൽ അഭിഷേകം വെച്ച് പ്രാർത്ഥിച്ചു. അവന് കോച്ചിങ്ങിന് 1 വർഷം നാട്ടിൽ പോകുവാനിടയായി. അതിനുശേഷം വന്ന് അവൻ്റെ എക്സാം നീറ്റ് എഴുതുവാനിടയായി. നാഷണൽ നീറ്റ് എക്സാം ആരംഭിക്കുന്ന ഫസ്റ്റ് ബാച്ചിൽ അവന് നീറ്റ് എക്സാം എഴുതുവാനിടയായി. അങ്ങനെ അവന് ആ നീറ്റ് എക്സാമിൽ പാസ്സാകാനിടയായി. അതിനു മുമ്പായിട്ട് അവന് മദ്രാസ് MMൽ അവന് ഫിസിഷ്യൻ അസിസ്റ്റന്റിന് കോഴ്സിന് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് അവനത് പാസ്സായി. അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞാണ് ഈ മെഡിസിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെയും അവൻ്റെ കോൾ ലിസ്റ്റിൽ പേര് വരുന്നത്. എന്നാൽ കോൾ ലിസ്റ്റിൽ പേര് വന്ന സമയത്ത് ലുധിയാനയിൽ നിന്ന് കോൾ ലിസ്റ്റിൽ പേര് വന്നു. അവന് നീറ്റിൽ നല്ല മാർക്ക് ലഭിച്ചു. കോളേജിൻ്റെ എക്സാമിൽ 4ാം റാങ്ക് അവൻ ലഭിക്കാനിടയായി. എന്നാൽ അവനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആ കോഴ്സ് എടുക്കുവാനൊന്നും നിവർത്തി ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം വലിയൊരു തുക വേണം. സാധാരണഗതിയിൽ പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും. കാരണം ഞങ്ങളുടെ അബദ്ധമാണ് അവൻ ഇന്നൊരു ഡോക്ടറായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ് വരുന്നത്. പക്ഷേ ഒരു അബദ്ധം പറ്റുന്നത് ഒരു പോസിറ്റീവായിട്ട് മാറുന്നത് ഞങ്ങളുടെ മകൻ്റെ ഒരു കാര്യത്തിൽ അത് നടക്കുവാനിടയെ. കാരണം CMC ലുധിയാനയിൽ അവന് അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. അത് ഡൽഹിയാണ്. അത് ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ അസോസിയേഷൻ നോർത്ത് ഇന്ത്യയിലെ. അപ്പം അവർ സ്പോൺസർ ചെയ്യുവാനിടയായി. അപ്പോൾ സ്പോൺസർ സീറ്റ് ലഭിച്ചു. അപ്പം ഞങ്ങളുടെ ചിന്ത, സ്പോൺസർ സീറ്റിൽ നമുക്കൊരാൾ സ്പോൺസർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അവരുടെ ഫീസ് അടയ്ക്കുക എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുക്കുന്നതെന്നാണല്ലോ നമുക്ക് ചിന്ത വരുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചിന്തിച്ചില്ല. അപ്പോൾ EHL അവർ പറഞ്ഞു EHLയുടെ സ്പോൺസർഷിപ്പ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിന്ത ആദ്യത്തെ ഇനിഷ്യലായിട്ട് പേയ്മെൻറ്റ് മാത്രം അടച്ച് ബാക്കി ഫീസ് എല്ലാം അവർ അടച്ചോളും എന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ ഉള്ളിൽ. കാരണം വലിയൊരു ഹ്യൂജ് എമൗണ്ട് എല്ലാ വർഷം അടയ്ക്കുന്ന ഒരു ചിന്ത സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഒരു സ്പോൺസർഷിപ്പ് സീറ്റ് അവന് ലഭിച്ചു. അങ്ങനെ ആ കോൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിലാണ് വരുന്നത്. ആ കോൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ഭയപ്പെട്ടു പോയി. ഇവന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ 6 ലക്ഷം രൂപ, 6,65,000 രൂപ വേണം. അപ്പം എൻ്റെ കയ്യിൽ 1,500 രൂപയുണ്ട്. ഈ 1,500 രൂപ കയ്യിലുള്ളവൻ MBBSന് അഡ്മിഷന് ഡോക്ടറാക്കാനായിട്ട് മകനെ പഠിപ്പിക്കാൻ പോകും. കേട്ട് കഴിഞ്ഞ് ഇത്രയും വലിയൊരു മണ്ടത്തരം വേറെ ഒന്നുമില്ല. ഒരു സാമ്പത്തിക വഴികളുമില്ലാത്ത ഞാൻ എങ്ങനെ പഠിപ്പിക്കും? കോൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ല, ഞങ്ങൾ നെടുങ്ങുകയായിരുന്നു, ഭയപ്പെട്ടു പോവുകയാണ്. കാരണം എങ്ങനെ ഈ അഡ്മിഷൻ എടുക്കുന്നത്? കാരണം ഒരു സാമ്പത്തിക വഴികൾക്കും മാർഗമില്ല. അങ്ങനെ ഇരിക്കാതെ ഈ വിഷയം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ അവന് അങ്ങനെ അഡ്മിഷൻ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ചെയ്യണം. പാസ്റ്റർ അത് ഇങ്ങനെ ദൈവം പാസ്റ്റർക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്തൊരു അവസരമാണ് അവന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അഡ്മിഷൻ എങ്ങനെയാണെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ടീച്ചേഴ്സിനോട് അച്ഛനും പറഞ്ഞ് ഞങ്ങളും ആവശ്യപ്പെട്ടു. അങ്ങനെ അടയ്ക്കേണ്ടതായ 6,65,000 രൂപ കത്തോലിക്ക സഭയിലെ അച്ഛനും അതുപോലെ തന്നെ സ്കൂളിലെ ഒരു കത്തോലിക്കനായ സാറുമാണ് അവന് പഠിപ്പിക്കാനുള്ള പൈസ തന്നത്. അങ്ങനെ ആദ്യത്തെ ഇനിഷ്യൽ പേയ്മെൻറ്റ് അവിടെ ഞങ്ങൾ അവന് കൊണ്ടുപോയി. ഞാനും പോയി. അവന് ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവൻ്റെ ടെസ്റ്റ് പാസ്സായി, എല്ലാം കഴിഞ്ഞ് അവൻ്റെ അഡ്മിഷൻ എടുത്ത് അവിടെ പൈസ അടച്ചിട്ട് പോകുന്നു. അപ്പോഴും ഞങ്ങളുടെ ചിന്ത ഇനി പൈസ അടയ്ക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ രജിസ്ട്രാറിനോട് ചോദിച്ചു. അവിടുത്തെ രജിസ്ട്രാറിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു പെന്തോസ്കാരനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ സന്തോഷമായാലും അഡ്മിഷനൊക്കെ കിട്ടി, നേരെ കിട്ടാത്ത അവസരമാണ് മോന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇനിയിപ്പം പൈസ അവൻ്റെ ഹോസ്റ്റലിൻ്റെ പൈസയിൽ ഇനി വരുള്ളൂ, ബാക്കി ഇനി അടയ്ക്കേണ്ടത് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ മനസ്സിൽ ആ ചിന്തയിലാണ് ചെന്നേക്കുന്നത്. ഈ ഇനിഷ്യൽ പേയ്മെൻറ്റ് മാത്രം മതിയല്ലോ എന്ന്, സ്പോൺസർ സീറ്റ് അല്ലേ. ആ ഒരു ചോദ്യം ചോദിച്ചതിന് സാറ് പറഞ്ഞു, അല്ലല്ല, എല്ലാ വർഷത്തേക്കും പൈസ അടയ്ക്കണം,
5 വർഷം കണ്ടിന്യൂ പൈസ അടച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്ര വെച്ച് വരും സാറേ എന്ന് ചോദിച്ചപ്പം അത് 7 ലക്ഷം, 7.5, 8 ലക്ഷം അങ്ങനെ എല്ലാ വർഷത്തേക്ക് അങ്ങനെ 8.5 ലക്ഷം അങ്ങനെയൊക്കെ വരും ഓരോ വർഷത്തേക്ക് എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടോടുകൂടി എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, തല കറങ്ങോ, വല്ലാത്തൊരു പരവശതയായി. കാരണം യാതൊരു നിലയിലും ഇത് തന്നെ വേറൊരു 2 പേരാണ് അടച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തിരിച്ചു പോകാനോ ടിക്കറ്റിൻ്റെ പൈസയും വഴിച്ചെലവിന് ഒരു 500 രൂപ എൻ്റെ കയ്യിലുള്ളൂ. ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഞാൻ ഇനി എല്ലാ വർഷവും ഇത്ര രൂപ വെച്ച് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഭാരപ്പെട്ടു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിനുള്ള മാർഗങ്ങളൊക്കെ ദൈവം മുന്നമേ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ തിരിച്ചു വന്നു, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അവൻ്റെ പേരിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാം പൈസ സംഘടിപ്പിച്ചു. പിറ്റേ വർഷത്തേക്കുള്ള ഫീസ് 2 ഗഡുവായിട്ട് അടയ്ക്കാം. അങ്ങനെ 1-ാം വർഷത്തെയും 2-ാം വർഷത്തെയും ലോൺ എടുത്ത പൈസ കൊണ്ട് അടച്ചു. 3-ാം വർഷമായപ്പോൾ പൈസ ഇല്ല, എല്ലാം തീർന്നു. ഒരു നിലയിൽ ഒരു മാർഗമില്ല. ഒരു LIC ഉണ്ടായിരുന്നു, അത് തീർന്നു. മറ്റെല്ലാ കാര്യങ്ങളും തീർന്നു, ശൂന്യമായി തീർന്നു. 3-ാം വർഷമായപ്പോൾ അവൻ്റെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ തീരുമാനിച്ചു ഇനി അവനെ പഠിപ്പിക്കാൻ പറ്റില്ല, ഫീസ് അടയ്ക്കാൻ ഒരു വഴിയില്ല. കാരണം 8 ലക്ഷം രൂപയാണ് 3-ാം വർഷത്തെ അടയ്ക്കേണ്ടത്. ഒരു മാർഗവുമില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഞങ്ങളോട് സംസാരിച്ച ഒരു കാര്യമാണ്, കർത്താവിൻ്റെ ഹിതത്തിന് ഒത്തവണ്ണം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മാറ്റം വരികയില്ല. ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ മാറ്റം വരികയില്ല. നമ്മൾ മാറിയാലും ദൈവം മാറുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ ഇവൻ്റെ പേര് ഫീസ് അടയ്ക്കാത്തവരുടെ ലിസ്റ്റിൽ പേര് വന്നു. നോട്ടീസ് ബോർഡിൽ പേര് വന്നതിൽ 10 പേരുടെ അവസാനത്തുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവസാനം മോൻ്റെ പേര് ബെനിസൺ പി ബേബി എന്നുള്ള പേര് മാത്രം ആ ബോർഡിൽ ബാക്കി വന്നു. അപ്പോൾ അവസാന ദിവസം 2 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അപ്പോൾ അവന് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അവന് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നെ വിളിച്ചു, പപ്പേ ഫീസ് അടയ്ക്കണം, ഫീസ് ഇന്ന് ഉച്ചയ്ക്ക് അടച്ചില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, എന്നെ പുറത്താക്കുമെന്ന് അവൻ പറഞ്ഞു. മോനെ, പപ്പയുടെ കയ്യിൽ ഇപ്പോൾ ഒരു 650 രൂപയുള്ളൂ, വേറെ ഒരു പൈസയും പപ്പയുടെ കയ്യിലില്ല. നിനക്ക് ഫീസ് അടയ്ക്കാൻ കഴിയില്ലെങ്കിൽ മോനൊരു കാര്യം ചെയ്യുക, അവിടെ നിന്ന് പെട്ടിയെല്ലാം എടുത്ത് വരിക, നിന്നെ ഡോക്ടറാക്കാൻ ദൈവത്തിന് ഉദ്ദേശമില്ല എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ അവനോട് പറയുവാനിടയായി. ഞങ്ങൾ 2 പേരും ഇവിടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം, കരഞ്ഞു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കാതെ ഞാൻ പറഞ്ഞു, അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു, മോൻ ഒരു പ്രാവശ്യം കൂടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എങ്ങാനും കുറച്ച് ഒരു മാസത്തേക്ക് ഒന്ന് മാറ്റി തരാമോ എന്ന് ചോദിക്കാമോ എന്ന് പറഞ്ഞ് അവൻ 3 പ്രാവശ്യം അവിടെ പോയി പ്രിൻസിപ്പലിനെ പോയി കണ്ടു. പ്രിൻസിപ്പൽ പറഞ്ഞു, അത് പറ്റില്ല, ഫീസ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് 2 മണിക്ക് മുമ്പ് അടച്ചില്ലെങ്കിൽ നിനക്ക് ഇനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സങ്കടത്തോടെ തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ ക്ലാസ്സിലുള്ള പഠിക്കുന്ന ഒരു പെൺകുട്ടി അവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ഫീസ് അടച്ചിട്ടില്ല, ഇന്ന് 2 മണിക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവനോട് ഞങ്ങൾ പറഞ്ഞു, മോനെ, അവിടെ മോൻ്റെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പപ്പയ്ക്കൊന്ന് വിദേശത്തൊന്ന് പോകാൻ അല്പം പൈസ റൊട്ടേറ്റ് ചെയ്ത് കടം വാങ്ങിയാൽ വിദേശത്തൊന്ന് പോയി ഒന്ന് ശുശ്രൂഷിച്ചാൽ അത് കിട്ടുന്നത് മോൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മോളോട് ചോദിച്ചു, ഇവള് സൗദിയിലാണ്, ഇവള് പപ്പയോട് ഒന്ന് ചോദിക്കാമോ, എൻ്റെ പപ്പയെ ഒന്ന് കൊണ്ടുപോകാനായിട്ട്, അവിടെ ശുശ്രൂഷിക്കാനായിട്ട് പോകാനായിട്ട് ചോദിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞു, ഞാനിപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ വിളിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു, അവളുടെ പപ്പ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ വന്നൊരു കാര്യമില്ല, സൗദിയിൽ വന്നാലും ഒന്നും ശുശ്രൂഷയൊന്നും കിട്ടില്ല, ഇവിടെ ഒന്നും വെറുതെ വന്ന് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പാസ്റ്റർ വന്ന പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, ബെനിയുടെ ഫീസ് അടച്ചിട്ടില്ല, അവൻ്റെ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം എത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ 7,90,000 രൂപ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങനെ പപ്പയോട് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്
ഞാൻ വിളിക്കാമെന്ന്. ഞങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ അലഞ്ഞു നടക്കുകയാണ് കോളേജിൽ. അങ്ങനെ ഇരിക്കാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾക്ക് മെസ്സേജ് വന്നു. അവൻ്റെ അക്കൗണ്ട് നമ്പർ, അവൻ്റെ ബാങ്ക് കോളേജിലുള്ള അടയ്ക്കേണ്ടതായ എത്ര രൂപ എന്നുള്ളതിൻ്റെ കണക്ക് എനിക്ക് അയച്ചു തരിക. അവനെ ഇനി ആ പൈസ ഞാൻ അടച്ചോളാം. ഇനി അവൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെയുള്ള മുഴുവൻ തുകയും ഞാൻ അടച്ചോളാം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ആ കൊച്ചിന് വന്നു. അത് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു. ആ മെസ്സേജ് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഉപവസിച്ചിരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് വന്നു. ആ മെസ്സേജ് കണ്ടിട്ട് ദൈവത്തോട് ഇങ്ങനെ നന്ദി പറഞ്ഞു. ദൈവസന്നിധിയിൽ കരഞ്ഞു, നന്ദി പറഞ്ഞു. അങ്ങനെ അന്ന് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് 7,90,000 രൂപ അദ്ദേഹം അയച്ചു. പിറ്റത്തെ വർഷം 8 ലക്ഷം രൂപ. അവൻ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴേക്കും 24,80,000 രൂപ ആ സഹോദരൻ, ആ ദൈവദാസൻ അവന് വേണ്ടി അയക്കുവാൻ. ആര് ചെയ്യും? ഒരു മനുഷ്യനും ചെയ്യാത്ത. നമ്മൾ കടം ചോദിച്ചാൽ ചിലപ്പോൾ 1 ലക്ഷം, ചിലപ്പോൾ പോട്ടെ 3 ലക്ഷം ആകട്ടെ, ഇത്രയും വലിയ തുക ആര് ചെയ്യും? അങ്ങനെ ആ പൈസ മുഴുവനും അവൻ്റെ ഹോസ്റ്റൽ ഫീസ് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും അവൻ്റെ കാര്യത്തിന്മേൽ ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ കൃപയാൽ ഫീസ് അടച്ചു. അങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്യുവാനിടയായി. ദൈവസന്നിധിയിൽ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശില് പാരൻസ് സ്റ്റേറ്റിലോട്ട് അവനെ വിടുകയില്ല, EH. എന്നാൽ അവനെ UP-ലോട്ട് വിട്ടു. UP-യിലെ മിർസാപൂർ, കച്വ ക്രിസ്ത്യൻ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അവൻ 2 വർഷം സേവനം ചെയ്യുവാനിടയായി. ഏറ്റവും കഷ്ടതയിലായിരുന്ന രോഗികളെ, അതായത് മുസാഹാർ എന്ന് പറയുന്ന ഒരു ജനസമൂഹമുണ്ട് UP-യിൽ, എലികളെ പിടിച്ച് തിന്നുന്ന ജീവിക്കുന്ന സമൂഹം, അതാണ് അവിടെ ഏറ്റവും കൂടുതൽ. അവരുടെ ഇടയിൽ വരെ ശുശ്രൂഷിപ്പാൻ, ഒരു മിഷണറി ഡോക്ടറായി പ്രവർത്തിപ്പാൻ അവനോട് ദൈവം കൊടുത്ത വാക്കുപോലെ, പറഞ്ഞ പോലെ, വാഗ്ദത്തം പോലെ അവന് പ്രവർത്തിപ്പാനിടയായി. അതിനുശേഷം അവൻ്റെ ദർശനം തന്നെ പിന്നെ MSF-ല്, അതുപോലെ തന്നെ റെഡ് ക്രോസിൽ ഒക്കെ, അങ്ങനെയുള്ള ഏതെങ്കിലും NGO-യിൽ പോയി പ്രവർത്തിക്കണം. കഷ്ടപ്പെടുന്ന യുദ്ധത്തിൻ്റെ കെടുതികളിലായിരിക്കുന്നവരുടെ മധ്യത്തിലൊക്കെയും പോയി ശുശ്രൂഷിക്കണം. അങ്ങനെയുള്ള ഒരു മിഷണറി ഡോക്ടറായി പ്രവർത്തിക്കാനുള്ള അവൻ്റെ ദർശനപ്രകാരം അവൻ ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിൽ, എൻ്റെ വീട് അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിൽ അവൻ എമർജൻസി മെഡിസിൻ ആണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ. എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുമല്ലോ, അതുകൊണ്ട് അതെടുത്ത് അവിടെ ഇപ്പോൾ ജോയിൻ ചെയ്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകള് ഇപ്പോൾ അവള് MBA ദൈവത്തിൻ്റെ കൃപയാൽ. മകള് ഞങ്ങൾക്ക് ജനിക്കുന്ന സമയത്ത് നാട്ടില് ഞാനായിരിക്കുന്നു. അപ്പോൾ കുഞ്ഞ് ഉണ്ടായി എന്നുള്ള ഞങ്ങൾക്ക് സർപ്രൈസ് ആണ് ഞങ്ങളുടെ മകള്. അപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് മോളുണ്ടായപ്പോൾ മോനെ വളർത്താൻ തന്നെ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് മകള് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കുഞ്ഞിനെ എങ്ങനെ വളർത്തും? ഒരു ദൈവദാസന് ഒരു വരുമാനവുമില്ല, ഒരു ശുശ്രൂഷയില്ല, ഒരു സഭയില്ല, ഒന്നുമില്ലാത്ത സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു വരുമാനം ഇല്ലാത്ത സമയത്ത് കുഞ്ഞുണ്ടാകുമ്പോൾ എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ള ചിന്തയുണ്ട്. ആ നിലയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ആ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് അവൾക്ക് ആദ്യത്തെ വസ്ത്രം ഞങ്ങളല്ല വാങ്ങുന്നു, വേറൊരു ദൈവദാസനും കുടുംബവും കടന്നു വന്ന ആദ്യത്തെ വസ്ത്രം മുതൽ ഇന്നേ ദിവസം വരെ ഉള്ള അവളുടെ സകല കാര്യങ്ങളിലും ഒന്നിലും ഞങ്ങൾ ഭാരപ്പെടേണ്ടി വന്നിട്ടില്ല. അവളെ പഠിപ്പിക്കുന്നതാകട്ടെ, അവളുടെ ഫീസ് കൊടുക്കുന്നതാകട്ടെ, അവളുടെ MBA-ക്ക് ലയോള കോളേജിൽ, ഏറ്റവും നല്ല കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ലഭിക്കാനിടയായിത്തീർന്നു. അവൾക്ക് വേണ്ടി സംസാരിപ്പാൻ, അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒക്കെയും ലയോള കോളേജിൽ അവളെ കൊണ്ടുപോയി BCom ഞങ്ങൾ ചേർത്തതേ ഉള്ളൂ.
പിന്നെ ഞങ്ങൾ പോയില്ല. ഇപ്പോൾ അവൾ MBAക്കും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോളേജിൽ തന്നെ MBAക്ക് അഡ്മിഷൻ കിട്ടി. അവളുടെ ഫീസിന്റെ കാര്യങ്ങൾ, സകല കാര്യങ്ങൾ, അവൾക്ക് വസ്ത്രങ്ങളാകട്ടെ. ഞാൻ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ലാത്ത സമയത്താണല്ലോ കുഞ്ഞ് എനിക്ക് ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ സ്ഥാനത്ത് ഇന്നേ വരെയുള്ള സകല കാര്യങ്ങളും അവൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിലും ഭാരപ്പെടാതെ, ഒന്നിലും കരയാതെ, ഒരു വിഷയത്തിൽ അവൾക്ക് വേണ്ടി കരഞ്ഞു വിലയിപ്പനിടയാകാതെ ദൈവം എല്ലാം നടത്തി ഇന്ന് വരെ അവളെ പോറ്റി പുലർത്തുന്ന ദൈവം ഏറ്റെടുത്ത് ദൈവം ചെയ്യുകയാണ്. അത്രമാത്രം ദൈവം കുഞ്ഞിനെയും കരുതിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൾക്കൊരു വിവാഹാലോചന വരുവാനിടയായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു മിഷണറി കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പൈതലിനെ ദൈവം ഞങ്ങൾക്ക് അത് ആലോചനയായി തന്നു. അത് കർത്താവിനെ വെച്ചാൽ അടുത്ത മാസം 30-ാം തീയതി അവളുടെ വിവാഹം നിശ്ചയമാണ്. എല്ലാ കാര്യങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലുകളെ ഞങ്ങൾ അനുഭവിക്കാനിടയായിരുന്നു. ദൈവദിനത്തിൽ വായിക്കുന്ന പോലെ സങ്കീർത്തനം 45:16 പറയുന്നത്, നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, അവർ ഭൂമിയിലെ പ്രഭുക്കന്മാരായി വാഴുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ നിന്റെ മക്കൾ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുമെന്ന വചനത്തിൽ വായിക്കുന്ന പോലെ ഈ വടക്കേ ഇന്ത്യയില് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൈപിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞത്, ആ കുഞ്ഞുങ്ങളെ വടക്കേ ഇന്ത്യയിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോവാണ് ആ മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കടന്നു വന്നിട്ട് ഏറ്റവും ഉന്നതമായ നിലയിൽ, ഏറ്റവും നല്ല കോളേജുകളിൽ, ഏറ്റവും നല്ല സ്കൂളുകൾ, കോളേജുകളിൽ ഏറ്റവും നല്ല നിലയിൽ അവരെ ദൈവം പഠിക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. ദൈവം മാനിപ്പാനിടയായി തീർന്നു. അവനൊരു ഡോക്ടറായിട്ട് അവനായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നം മാത്രമായി തീർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിനു വേണ്ടി എവിടെയോ ഓരോരുത്തർ ദൈവം ഒരുക്കി. അറിയാത്ത, കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ബെനിമോന് ഫീസ് കൊടുത്ത ആ അങ്കിളിനെ ആൻറ്റിയെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. അവരെ കുറിച്ച് ഫോണിൽ സംസാരിക്കുന്നല്ലാതെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നല്ല, ഇന്നുവരെയും നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഫണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു CA കാരനാണ്. അദ്ദേഹം CAക്ക് പഠിക്കാൻ ഫീസ് ഇല്ലാതെ കഷ്ടപ്പെട്ട സമയത്ത്, അദ്ദേഹം ഒരു പെന്തോസ്തുകാരനാണ്, കഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെ ഇതുപോലെ കരഞ്ഞ് വിലപിച്ച് അവസാന നിമിഷം ഫീസ് അടയ്ക്കുവാൻ സഹായിച്ച ഒരു ദൈവ പൈതലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ജോലി കിട്ടിയപ്പോൾ ജോലി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ മാറ്റിവെക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം തണൽ എന്ന് ഒരു പേരിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനിടയായി. അത് ഓപ്പൺ ചെയ്തത് 2016 ബെനിമോൻ, ഈ മോന് അവിടെ കോളേജിൽ അവന് അഡ്മിഷൻ ലഭിച്ചതും ഈ 2016 അതേ വർഷമാണ് ഇവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അബ്രാഹാമിന് ഇസാക്കിന് യാഗം കഴിക്കാൻ പോകുമ്പോൾ ആ യാഗ പീഠത്തിൽ അവനെ കിടത്തുന്ന സമയത്ത് ആ മലയുടെ ഒരു വശത്തുനിന്ന് ഇവര് അപ്പനും മകനും കൂടി മല കയറുമ്പോൾ അവിടെ യാഗം കഴിക്കുവാനുള്ള യാഗമൃഗവും മറ്റേ വശത്തു നിന്ന് ആ മല കയറുന്നുണ്ടായിരുന്നു. അത് അവരറിഞ്ഞില്ല, ദൈവം അത് കരുതിയിട്ടുണ്ടായിരുന്നത് പോലെ 2016 ലിവിന് അഡ്മിഷൻ അതേ CMC ലുധിയാനയിൽ ലഭിക്കുമ്പോൾ അതേ സമയം തന്നെ അവിടെ ആ ദൈവദാസൻ സൗദിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ ഫണ്ട് സ്വരൂപിക്കാനിടയായി തീർന്നു. ഇവന്റെ ഫീസ് അടയ്ക്കുവാൻ, ബെനിമോന്റെ ഫീസ് അടയ്ക്കുവാനായിട്ട് ദൈവം അങ്ങനെ ഒരു കരുതൽ. നമുക്കറിയില്ല നമുക്ക് വേണ്ടി ആരൊക്കെ എവിടെ എല്ലാം ദൈവം കരുതുവാൻ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾ കഷ്ടതയുള്ളതാണ്, പ്രതിസന്ധി ഉള്ളതാണ്. ഞങ്ങളിവിടെ കടന്നു വന്നു, ദൈവത്തിന്റെ വേല അതിശക്തമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. ഇന്ന് ഇതൊരു സെക്ഷനായി മാറുവാൻ അനേക ജില്ലകളിൽ മിഷണറിമാര് പ്രവർത്തനം തുടങ്ങുവാനും അവരെയൊക്കെ സാമ്പത്തികമായി സഹായിപ്പാനൊക്കെയും പലരിൽ കൂടെയൊക്കെ അതിനെ ക്രോഡീകരിച്ച് ചെയ്യുവാനൊക്കെ ദൈവം എനിക്കും അത് കൃപ നൽകി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ ഈ ദേശത്ത് കടന്നു വന്ന് വിശ്വാസ ജീവിതം എന്തെന്ന് മനസ്സിലാക്കി പഠിപ്പിച്ച് തന്ന സ്ഥലമാണ് ഈ ബസ്തി എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യ വിശ്വാസം കണ്ണാലെ കാണുവാൻ, വിശ്വാസം എന്നുള്ള ആ കാര്യം കണ്ണാലെ കണ്ട് അനുഭവിക്കാൻ കഴിയുന്ന
ഒരു സ്ഥലം കൂടെയാണ്. ദൈവം കൃപാവരങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീർന്ന അനേക വില്ലേജുകൾ കടന്നുപോയി ഭൂതം ബാധിച്ചവർക്ക്, രോഗം ബാധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദേശത്ത് കഷ്ടതയുണ്ടെങ്കിലും ആത്മാവിലൊരു സന്തോഷമുണ്ട്. എന്നാൽ 2021 മുതൽ UP-യിൽ അത് മതപരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കിയതിനു ശേഷമായി ഞങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്ന പോലെ ഒരു പ്രവർത്തനം ചെയ്യുവാൻ കഴിയാതെ വണ്ണം അതേ അടയ്ക്കപ്പെട്ട അനുഭവമാണ്. എന്നാൽ ആ അനുഭവത്തിന്റെ നടുവിലും കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മഹത്വമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീണ്ടും ഒരുക്കപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനവധി പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു, SP ഓഫീസ് പോകേണ്ടി വന്നു, പോലീസ് പിടിക്കുവാൻ ഇടയായി തീർന്നു. എന്നോടൊപ്പം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ദൈവദാസനാണ് ജോസ് പാപ്പച്ചൻ. നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്താണ്. അദ്ദേഹം ഇവിടെയാണ് ബീഹാറിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടാണ് അവിടെ പോയി പ്രവർത്തനം തുടങ്ങിയത്. നവംബറിൽ വന്നു, ജനുവരി 24-ാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനിടയായി. അദ്ദേഹം ജയിലായിരിക്കുന്ന സമയങ്ങളെല്ലാം 8 മാസത്തോളം ആഴ്ചതോറും ഞങ്ങൾ കടന്നുപോയി, ജയിലിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ദൈവം ഞങ്ങൾക്കും കൃപ നൽകി. എന്നാൽ ഇവിടെ വടക്കേന്ത്യയിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ വഴികൾ നെഹുവിന്റെ പുസ്തകം 1:3 പറയുന്ന പോലെ യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും പെരുങ്കാറ്റിലും ഉണ്ട് എന്ന് തിരുവനന്തപുരത്തിൽ വായിക്കുന്ന പോലെ വലിയ പ്രതിസന്ധിയുടെ നടുവില് എല്ലാം പ്രതികൂലമാണ്. ഒരു ശുശ്രൂഷയും ചെയ്യാൻ അവിടെ സമ്മതിക്കാത്തവനായിരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളിൽ കൂടെ മറ്റുള്ളവരിൽ കൂടെ ഒക്കെ കാണുവാൻ, അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അനേക ദൈവദാസന്മാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു, അനേകര് പീഡിപ്പിക്കപ്പെട്ടു, അനേക ചർച്ചകൾ അടയ്ക്കപ്പെട്ടു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൊക്കെയും ഞങ്ങൾ ആയിരിക്കുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം ബലം നൽകി, കൃപ നൽകി സഹായിച്ച് വിശ്വാസത്തിൽ അത് നിലനിർത്തുന്നു. കാലാളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ച് ഓടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യുമെന്ന വചനത്തിൽ ചോദിക്കുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഓടിപ്പോകേണ്ടവരല്ല, നിന്ന് കർത്താവിന്റെ പ്രവൃത്തി ദേശത്ത് കാണുവാൻ, അത് കണ്ട ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതുവരെയും ദൈവസന്നിധിയിൽ കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദേശത്ത് ആയിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ ദൈവം എത്ര നാൾ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം ദൈവത്തിന്റെ വേല ഈ ദേശത്ത് വിശ്വസ്തയോടെ ചെയ്ത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമായിരിക്കുന്നത്. ഈ ദേശത്ത് എത്രമാത്രം കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ചെയ്ത് ഒരു കൂട്ടം കതിരുകളെ സ്വർഗത്തിൽ കാഴ്ചവെക്കണം. അത് മാത്രമാണ് ലക്ഷ്യമാരും. കഷ്ടതയോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അതിന് തടസ്സമല്ല. കർത്താവ് തന്ന ദർശനമാണ്. നശിച്ചുപോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു വലിയൊരു ഭാരം ഞങ്ങളുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ദേശത്ത് നിൽക്കുവാൻ ദൈവം നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദർശനം മങ്ങിപ്പോകാതെ പ്രവർത്തിപ്പാൻ, ദൈവത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, ആത്മാക്കളെ നേടുവാൻ ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവമക്കളോട് വിശേഷമായ പ്രാർത്ഥന ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ ദൈവികമായ രക്ഷയുടെ സന്തോഷം ഗ്രഹിപ്പാൻ, ദൈവത്തിന്റെ സമാധാനം അനുഭവിപ്പാൻ അത് തയ്യാറാകുന്നുവെങ്കിൽ ദൈവം കൈപിടിച്ച് നടത്തുവാനിടയായി തീരും. ദൈവം ഏതെല്ലാം വിഷയങ്ങൾ ഭാരപ്പെടുന്നു, കുടുംബപരമായ, വ്യക്തിപരമായ, തലമുറയുടെ കാര്യങ്ങളാകട്ടെ, ഏതെല്ലാം വിഷയങ്ങൾ ഭാരപ്പെടുന്നുവോ അതിന് പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത്. 118-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ ഇവ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് അതേ വിരമിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മർക്കോസ് 15 അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടെ എൻ്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് പറയുകയാണ്. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ, ഇവിടെ കാണുന്നത് മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു അപ്പനെയാണ് അവിടെ കാണുന്നത്. അലക്സാണ്ടറിനും റൂഫോസിനെയും കുറിച്ച് പറയുകയാണ്. ഈ കുറേനക്കാരനായ ശീമോൻ വയലിൽ നിന്ന് കഷ്ടത സഹിച്ചുകൊണ്ട് വരികയാണ്, കഷ്ടപ്പെട്ടു വരികയാണ്, ജോലിയുടെ ഭാരം നിമിത്തമൊക്കെയും വരികയാണ്. അവിടെ വരുമ്പോൾ ക്രൂശ് ചുമന്ന് തളർന്ന് ക്രൂശിനടിയിൽ കിടക്കുന്ന അടിയേറ്റ് മുഖത്തെ രോമം പിച്ചി പറിച്ചെടുത്ത് തുപ്പലേറ്റ് മുഖത്ത് അത് കണ്ണുകെട്ടി തല്ലുകൊണ്ട് കലങ്ങിയ കണ്ണുമായി
മുൾക്കിരീടം വെച്ച് വേദനപ്പെട്ട് രക്തമൊലിച്ച് ക്രൂശിനടിയിൽ കിടക്കുന്ന യേശുവിനെ അവൻ കാണുകയാണ്. ആ കാഴ്ച അവനെ ഹൃദയത്തില് അവനെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നുള്ള ശാപം അവന്റെ മേലും അവന്റെ കുടുംബത്തിന്മേലും അവന്റെ തലമുറകളിന്മേലും വരുമെന്ന് അവൻ ഭയപ്പെട്ടത് കൊണ്ട് അവൻ പിന്മാറുവാനിടയായി. എന്നാൽ അവർ അവനെ നിർബന്ധിച്ചു ആ ക്രൂശ് ചുമപ്പാനിടയായി. കർത്താവിന്റെ തോളിൽ നിന്ന് അവന്റെ തോളിലേക്ക് കുരിശ് മാറ്റി ചുമന്നു. കാൽവറിയിൽ കൊണ്ടുപോയി ആ മലയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവൻ അവിടെ നിന്ന് പോയി. എന്നാൽ കർത്താവ് അവനെ മറന്നില്ല. അവന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. റോമാലേഖനം 16:13 പറയുന്നത്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും അവന്റെ അമ്മയായ എൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രൂഫോസിന്റെ അമ്മ പൗലോസിന്റെ അമ്മയാണ്. അത്രമാത്രം ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടാകുവാനിടയായി. അവിടെ പറയുന്നത് കർത്താവിൽ പ്രസിദ്ധനായി. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിന് മുമ്പാകെ പ്രസിദ്ധരാകുവാനല്ല, കർത്താവിൽ അവർ പ്രസിദ്ധരാകുന്നു, കർത്താവിന് പ്രയോജനപ്പെടുന്നു. കർത്താവിനാൽ അവർ അനേകരെ ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നവരായി തീരണം. ഒരു ഡോക്ടർക്ക് ഒരു പാസ്റ്ററുടെ ശുശ്രൂഷയെക്കാളും വലിയൊരു ദൗത്യമുണ്ട്. ഒരു പാസ്റ്റർ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ. എന്നാൽ ശരീരത്തെ ചികിത്സിപ്പാൻ പറ്റുകയില്ല. എന്നാൽ ഒരു ഡോക്ടർക്ക് ശരീരത്തെയും ആത്മാവിനെ ഒരുപോലെ ചികിത്സിപ്പാൻ കഴിയുന്ന ഒരു മഹത്തായ ശുശ്രൂഷയാണ് അത് ഏൽപ്പിക്കുന്നത്. ആ ഒരു മഹത്തായ ശുശ്രൂഷ എന്നേക്കാൾ അധികമായി എൻ്റെ തലമുറകൾ കൂടെ കർത്താവിൽ അവർ പ്രസിദ്ധരായി തീരുവാൻ ദൈവം അവരെയും കണ്ടതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിയാത്തത് അവരിൽ കൂടെ ദൈവം ചെയ്തു തരും. അതാണ് നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. പിതാക്കന്മാർക്ക് കഴിയാത്തത്, ഞങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ തലമുറകളിൽ കൂടെ കഴിയുമെന്ന് നമുക്ക് കഴിയാത്തത് നമ്മുടെ തലമുറകളിൽ കൂടെ ദൈവം ചെയ്തു തരുമെന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ അലക്സാണ്ടറിന്റെ രൂഫോസിന്റെയും ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ ബിഷപ്പുമാരിൽ ഒരാളായിരുന്നു രൂഫോസ്. മറ്റൊരു മകൻ അലക്സാണ്ടർ ആ ദേശത്തിന്റെ ഒരു പ്രവിശ്യയുടെ ഗവർണറായി ദൈവം ഉയർത്തുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ അനുഗ്രഹങ്ങളെ കണ്ടിട്ടല്ല കർത്താവിനെ പിന്തുടരേണ്ടത്. കഷ്ടതയായിരുന്നാലും ക്രിസ്തുവിനെ പിന്തുടരുവാൻ തയ്യാറാകുമ്പോൾ സങ്കീർത്തനം 23 പറയുന്ന പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവസാന വാക്യത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. യഹോവ ഇടയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ അനുഗ്രഹങ്ങളെ തേടി പോകേണ്ടതില്ല. അവന്റെ അനുഗ്രഹങ്ങൾ അവന്റെ പുറകെ വരുന്നത് കാണുവാൻ സാധിക്കും. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ ഗലാത്യർ 6:14 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പൗലോസ് പറയുന്ന കാര്യമാണ്. അതേ ആ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഗലാത്യരെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രൂശിന്റെ സ്നേഹ നിമിത്തം ഒരിക്കലും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവാൻ എനിക്ക് കഴിയുകയില്ല. ഈ ലോകം എന്നിലേക്കും കടന്നു വരുവാൻ കഴിയുകയില്ല. ആ ക്രൂശ് എന്ന ആ മഹത്തായ അനുഭവം കൊണ്ട് ഇതിനെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അത് ഈ ക്രൂശ് നിമിത്തമാണ്, ക്രിസ്തുവിന്റെ കഷ്ട നിമിത്തമാണെന്ന് അവൻ വിളിച്ചു പറയുകയാണ്. ഈ സ്നേഹത്തെ അനുഭവിച്ച പൗലോസ് റോമാലേഖനം 8:35-39 വരെ പറയുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഒരൊറ്റ ചോദ്യമാണ്. 17 കൂട്ടം പ്രതിസന്ധികൾ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഒറ്റ ഉത്തരമാണ് അവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഉയരത്തിന് ആഴത്തിന് ഇപ്പോഴുള്ളതിന് വരുവാനുള്ളതിന് വാഴ്ചകൾക്ക് അധികാരങ്ങൾക്കോ അത് ദൂതന്മാർക്കോ ഒന്നിനാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു ഉറപ്പ് അവൻ പറയുകയാണ്. ഒറ്റ ചോദ്യം, 17 പ്രതിസന്ധികൾ, ഒറ്റ ഉത്തരം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇവ ഒന്നിനാലും വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരുന്നു. ആ ഉറപ്പ് ഇന്ന് പകലിൽ ഈ സമയം എന്നെ കേൾക്കുന്ന അരോമ TV കൂടെ കേൾക്കുന്ന പ്രിയ ജനമേ,
എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അതേ കർത്താവ് തന്നിരിക്കുന്ന ഒരു മഹത്തായ ദിവസമാണ്, സമയമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക. കർത്താവ് മാടി വിളിക്കുകയാണ്. അത് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക. സ്വർഗത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നാൽ ദൈവം സകലതും ചെയ്തു തരുവാനിടയായിത്തീരും. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് ജയത്തോടെ ജയാളിയായി നടത്തുവാനിടയായിത്തീരും. ഭൗതികമായ ഉയർച്ചകളെ പ്രതീക്ഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ലഭ്യമല്ല. എന്നാൽ കർത്താവിന്റെ കഷ്ടതയോടൊപ്പം അതേ തന്റെ ക്രൂശെടുത്ത് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ കടന്നു വരുവാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സകലതും കരുതിക്കൊള്ളുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ രക്ഷയുടെ സന്തോഷം ഗ്രഹിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഇന്ന് അതേ സമയം തന്നിരിക്കുകയാണ്. മാസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെടുവാൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ശക്തിയോടെ ധൈര്യത്തോടെ ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ കാത്തിരിക്കുകയാണ്. ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ദൈവമുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു പ്രാർത്ഥന വാചകം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശു എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന ഏറ്റുപറയുന്നെങ്കിൽ ദൈവത്തിന്റെ സമാധാനം, സ്വസ്ഥയും അനുഗ്രഹവും വിടുതലും നിങ്ങൾക്ക് അനുഭവിപ്പാനിടയായിത്തീരും. കർത്താവായ യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. എൻ്റെ ഹൃദയവാതിൽ ഞാൻ അങ്ങേക്ക് തുറന്നു തരികയാണ്. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങയുടെ മകളായി ചേർക്കണമേ. എൻ്റെ മരണപര്യന്തം കർത്താവിനെ അനുസരിച്ച് നിത്യയുടെ സന്തോഷത്തിൽ ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം സമയം അരോമ ടിവിയില് കർത്താവിന്റെ മുമ്പാകെ ദൈവസന്നിധിയില് സാക്ഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഇതിനുള്ള ക്രമീകരണം ചെയ്തു തന്ന അരോമ ടിവിയുടെ എല്ലാ ചുമതല വഹിക്കുന്ന ദൈവദാസന്മാരും, വിശേഷാൽ ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും, ഇതിന്റെ സംഘാടകരായ അണിയറയിൽ പ്രവർത്തന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കർത്താവ് മേൽക്കുമേൽ അഭിവൃദ്ധി നൽകി ഈ സംരംഭത്തെ, ഈ കൂട്ടായ്മയെ, ഈ ഉദ്യമത്തെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബി അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുത വഴികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവി ശ്രോതാക്കളോടൊപ്പം സവിസ്തരം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദം തോന്നിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹവും അതിൻ്റെ ആഴവും അതിൻ്റെ പ്രവർത്തനങ്ങളും അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അളവുകൂടാത്ത അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് നമ്മുടെ ദൈവം. അത് നമ്മുടെ ജീവിതത്തില് എല്ലാ മേഖലയിലും തൊട്ട് 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 നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. പ്രിയ ബെഹിപ്പാസ്റ്ററുടെ തുടക്കം മുതലുള്ള ആ ഓരോ അനുഭവങ്ങൾ ഞാൻ സശ്രദ്ധം ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്നേഹം, ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്ന മിഷണന്മാരുണ്ട്. അപ്പോൾ തന്നെ പ്രിയ കർത്താവിന്റെ ദാസൻ ജീവിതത്തില് ദൈവത്തിന്റെ ആ സ്പർശനവും സാന്നിധ്യവും, ദൈവത്തിന്റെ
ആ കാര്യപരിപാടിയിലും എങ്ങനെയൊക്കെ ഇൻവോൾവ് ആയി, എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു, എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നി. സ്തോത്രം. ദൈവം എത്ര വിശ്വസ്തനാണ്. വേണമെങ്കിൽ ജനിച്ചു വളർന്ന ജീവിത ചുറ്റുപാടുകളിൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവിടെ നിന്ന് നല്ല രീതിയിലൊക്കെ അവിടുത്തേതായ ഒരു നിലവാരത്തിൽ വേണമെങ്കിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നല്ല ഒരു ആത്മീയ പശ്ചാത്തലവും സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കേരളത്തിൽ തന്നെ ആരംഭിച്ചതായ പുറമറ്റത്ത് തുടങ്ങിയതായ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അവിടെയും നല്ല നിലയിൽ മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി കർത്താവിന്റെ ക്രൂശിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത, എത്തിയിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സുവിശേഷ ദൗത്യവുമായി പോകുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആത്മദാഹം, അത് കർത്താവ് അങ്ങ് സ്വീകരിച്ചു. കർത്താവ് അതിനെ അംഗീകരിച്ചു. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോന് 5-6 സ്റ്റേറ്റിന്റെ പേരെഴുതി കുറിപ്പ് ഇട്ട് കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ആ കുറിപ്പടി എടുപ്പിച്ചെങ്കിൽ ആ ദേശത്ത് ചെന്ന് ദൈവം ആ മോനെ മാനിച്ച വിധം ഞാൻ ഓർത്തു. അവനാണ് ആ ചീട്ടെടുത്തത്. ബസ്തി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ആ ജില്ലയില് ആ ഗ്രാമത്തില് പോകുവാൻ വേണ്ടിയിട്ട് അവനാണ് ആ കുറിപ്പടി എടുത്തതെങ്കിൽ അവിടെ പോയി ലജ്ജിച്ച് തല താഴ്ത്തുവാൻ ദൈവം ആ പൈതലിനെ അനുവദിച്ചില്ല. മാതാപിതാക്കന്മാരെ ദൈവം അനുവദിച്ചില്ല. ആ ദേശത്തേക്ക് അവന്റെ ഒരവകാശം, പ്രിയ മകൻ ആ ദേശത്ത് തലകുനിച്ച് ആമേനെ നിന്ദാപാത്രമായി തീരുവാൻ ദൈവം അനുവദിച്ചില്ല. അവന് വേണ്ടി മുന്നമേ നല്ലൊരു അവകാശം ആ ദേശത്ത് ദൈവം അവന് വേണ്ടി കരുതി. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ ദേശത്ത് നല്ല സ്കൂളിൽ പഠിക്കുവാനും നല്ല ഉന്നത വിദ്യാഭ്യാസം നേരുവാനും ഉന്നത സ്ഥാനങ്ങളിൽ അവരെത്തിച്ചേരുവാനും ദൈവം അവർക്ക് അവസരങ്ങളെ ഒരുക്കുവാൻ ദൈവം കൃപ ചെയ്തു എന്ന് കേൾക്കാൻ കഴിയുന്നു. സ്തോത്രം. അസാധാരണമായ ചില അനുഭവങ്ങളിലൂടെ ദൈവം അതിനുവേണ്ടി വഴികളെ തുറന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദേവാസിനെ ഇടയ്ക്ക് ഓർപ്പിച്ചു, അബദ്ധം പറ്റിയാണ് എൻ്റെ മകൻ മെഡിസിന് പഠിച്ചത്, ഡോക്ടറായതെന്ന്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്താഗതിയും ഒക്കെ അബദ്ധമാണെങ്കിലും ദൈവത്തിന് ഒരിക്കലും അത് അബദ്ധമല്ല. സ്തോത്രം. അത് നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ ആ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. പക്ഷെ ദൈവം അതിനെ അബദ്ധമായിട്ടല്ല അതിനെ കണ്ടത്. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവം മുന്നമേ നിശ്ചയിച്ച ഒരു കാര്യമാണ്. അതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളൊരു വലിയ സീറോ മാത്രമാണ് അവിടെ ആയിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി ദൈവം ഇടത്ത് ദൈവം വേറൊരാളിനെ ഒരുക്കിയിരുന്നു. നമുക്കറിയാം, ഏലിയാവ് കെരീതോട്ടിൽ പോയി ഇരിക്കാനെ കൊണ്ട് പറഞ്ഞു. അബദ്ധമാണെന്നൊരു പക്ഷെ എനിക്ക് തോന്നും. പക്ഷെ കൊട്ടാരത്തിലെ ആഹാരമാണ് അതത് സമയത്ത് വയറ് നിറച്ച് ഏലിയാവ് കഴിച്ചുകൊണ്ടിരുന്നത്. കൊട്ടാരത്തിലെ ആഹാരം. സാധാരണ ഏലിയാവ് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരമല്ല കഴിച്ചത്. കൊട്ടാരത്തിലെ ആഹാരമാണ് സമയാസമയങ്ങളിൽ ഏലിയാവിന് ദൈവം കൊടുത്ത് പോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ദൈവം ചെയ്യുന്ന അത്ഭുത വഴികളെ കുറിച്ച് വർണ്ണിച്ചാൽ തീരുകയില്ല. ദേവാസൻ പറഞ്ഞ ആ ഓരോ വാക്കുകളിലൂടെ ഞാനും എൻ്റെ ജീവിതാനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അനുഭവിച്ച ആ അനുഭവത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ദൈവം പ്രവർത്തിച്ചിട്ടുള്ള അസാധാരണമായ അത്ഭുത വഴികൾ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ആ ബസ്തിയിൽ ചെന്നപ്പോൾ അവിടെ പോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അവിടെ ചെന്നപ്പോൾ താമസിക്കാനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ദേവദാസൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവം ഒരുക്കുന്ന ചില കാര്യപരിപാടികൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ഗുണ്ടയുടെ ഭവനത്തിൽ പാർപ്പിച്ച് അവിടുത്തെ ആഹാരം കഴിച്ചുകൊണ്ട് അവിടെ താമസിച്ച് അവിടുത്തെ ആളുകളോട് സുവിശേഷം പറയുവാൻ ദൈവം ഒരുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദൈവം ചെയ്യുന്ന കാര്യപരിപാടി, ഓ, ആ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പ്രിയപ്പെട്ടവരൊക്കെ യേശുവിനെ അറിയാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ദൈവം മുഖാന്തരമാകട്ടെ. നിങ്ങളുടെ കാല് ചവിട്ടി ആ ദേശം, ആ ഗ്രാമം, ഏതൊക്കെ ഭവനങ്ങൾ, ആരോടൊക്കെ സുവിശേഷം പറഞ്ഞു, അവരൊക്കെ വിടുതൽ പ്രാപിച്ച് ഈ കർത്താവിലേക്ക് വരുവാൻ, ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ തലമുറകൾ കർത്താവിനെ അറിയുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആഗ്രഹിക്കുക, ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട അസാധാരണമായ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാ TV പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസൻ പങ്കുവയ്ക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും പ്രവർത്തന മേഖലകളെയും ദൈവം ധാരാളമായി വിശാലമാക്കട്ടെ. ഇനിയും കർത്താവ് വലിയ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ സമയം വേർതിരിച്ച് അരോമാ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ കർത്തൃദാസനോടും പ്രിയപ്പെട്ടുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേർത്ത അനുഭവമായി തീർന്നു ഞാൻ വിശ്വസിക്കുക. ഇതുപോലെയുള്ള നിരവധി സാക്ഷ്യങ്ങൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ദൈവീയ ഇടപെടലുകളെ കുറിച്ചാണ് പ്രിയ ബേബി പാസ്റ്റർ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുവാൻ ദൈവ അവസരം ഒരുക്കിയത്. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഓരോ കാര്യപരിപാടിയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. ശൂന്യതകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ നമുക്ക് തോന്നുന്നു എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും നടക്കാനില്ല. ഒരു ബിഗ് സീറോയുടെ അനുഭവം. ആ അനുഭവമാണ് ബഥാനിയയിലെ ഭവനത്തില് ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നടന്നത്. മരിച്ചു, അടക്കപ്പെട്ടു, നാറ്റം വെച്ച അനുഭവം, നാറിയ അനുഭവം. ഒരു മനുഷ്യൻ പോലും ആ കല്ലറയുടെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത അനുഭവം. ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുന്നെടുത്ത് എന്റെ കർത്താവ് ഇറങ്ങി വരികയാണ് ആ കല്ലറയുടെ അനുഭവത്തിൽ. പ്രിയമുള്ളവരെ, മനുഷ്യൻ നോ പറയുന്നിടത്ത്, അസാധ്യമെന്ന് പറയുന്നിടത്ത്, നാറ്റം വെച്ചു എന്ന് പറയുന്നിടത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നവനാണ്. ശൂന്യമായിരിക്കുന്നിടത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കാം. വിശ്വാസം ഒട്ടും തന്നെ കൈവിടാതെ കർത്താവിന് ഇനിയും പ്രവർത്തിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കുവാൻ കഴിയും. നമ്മുടെ ദേശത്ത് ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയൊരു വിടുതലിന്, പ്രചോദനത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ കേട്ട് ബലപ്പെടട്ടെ, വിശ്വാസത്തിൽ ഉറക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.